എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേൺ 2.0 എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി വരാൻ പോകുന്ന RRB NTPC പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിലുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്, ശതമാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ കീഴിൽ നിന്നും RRB NTPC പരീക്ഷകൾക്ക് വന്നിട്ടുള്ള കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്തു പോകും. അപ്പോൾ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് കൃത്യമായും പറയുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യാനും പഠിച്ചു പോകാനായിട്ടും ശ്രമിക്കുക. പിന്നെ എന്നും പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ RRB NTPC പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും ഈ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഈ RRB NTPC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ട്രിക്ടേൺ RRB എന്ന പേരിൽ ഒരു ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രിക്ടേൺ RRB, TRIG സ്പേസ് ഇട്ട് TURN, വീണ്ടും സ്പേസ് ഇട്ട് RRB. ഇങ്ങനെ ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും അതുമായി റിലേറ്റ് ചെയ്തിട്ട് പോളുകളായിട്ടൊക്കെ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ടെലിഗ്രാം ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഇനി ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലേ പോലും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒട്ടും സമയം കളയാതെ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് ഇപ്പോൾ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഇൻ എ ക്ലാസ് ദ റേഷ്യോ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഈസ് 13:12. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ്. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ക്ലാസ്സിലുള്ള ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എണ്ണത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 13:12 ആണ്. അങ്ങനെയാണ് ഗേൾസിൻ്റെ എണ്ണത്തിൻ്റെ പെർസെൻറ്റേജ് എത്ര എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളായ ചോദ്യം. ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആ ക്ലാസ്സിൽ ഗേൾസും ബോയ്സും കൂടെ മൊത്തം 13ഉം 12ഉം 25 റേഷ്യോയാണ്. അതിൽ 13 റേഷ്യോ ഗേൾസാണ്, 12 റേഷ്യോ ബോയ്സാണ്. ഒന്നുകൂടെ, മൊത്തം 13ഉം 12ഉം 25 റേഷ്യോയാണ് ആ ക്ലാസ്സിൻ്റെ ആകെ എണ്ണം. 13ഉം 12ഉം കൂടെ കൂട്ടി. അതിൽ ഗേൾസ് എന്ന് പറയുന്നത് 13 റേഷ്യോയാണ്, ബോയ്സ് എന്ന് പറയുന്നത് 12 റേഷ്യോയാണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ഗേൾസിൻ്റെ പെർസെൻറ്റേജ് ആണ്. ഗേൾസിൻ്റെ പെർസെൻറ്റേജ് കാണാൻ ഗേൾസിൻ്റെ റേഷ്യോയായ 13 ടോട്ടൽ റേഷ്യോയായ 25 × 100. ഒന്നുകൂടെ, ഗേൾസിൻ്റെ പെർസെൻറ്റേജ് കാണാൻ ഗേൾസിൻ്റെ റേഷ്യോയായ 13 ടോട്ടൽ റേഷ്യോയായ 25. ഇനി അതിനെ ശതമാനമാക്കാൻ × 100. 25 4 പ്രാവശ്യമാകുമ്പോഴാണ് 100 ആവുന്നത്. 25, 50, 75, 100. ഇനി 13 × 4, നമ്മുടെ ഉത്തരം 52%. 52%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി അഥവാ ബോയ്സിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ ബോയ്സിൻ്റെ റേഷ്യോയായ 12 ടോട്ടൽ റേഷ്യോയായ 25 × 100 ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ ഉത്തരം ഓക്കെയാണ്, 52%. അടുത്ത ചോദ്യം, ദ സം ഓഫ് ദി സാലറീസ് ഓഫ് A and B ടുഗദർ ഈസ് ₹4,300. മലയാളത്തിൽ പറഞ്ഞാൽ എയുടെയും ബിയുടെയും സാലറികളുടെ തുക 4,300 ആണ്. എക്ക് എത്ര, ബിക്ക് എത്ര എന്നൊന്നും നമുക്കറിയത്തില്ല. എയുടെയും ബിയുടെയും സാലറികൾ കൂട്ടുമ്പോൾ 4,300 കിട്ടും. എ സ്പെൻഡ് 95% ഓഫ് ഹിസ് സാലറി ആൻഡ് ബി 80% ഓഫ് ഹിസ് സാലറി. അതായത് എ എന്ന് പറയുന്ന ആള് അവൻ്റെ സാലറിയുടെ 95% അങ്ങ് ചെലവാക്കും. ഇനി ബി എന്ന് പറയുന്ന ആള് അവൻ്റെ സാലറിയുടെ 80% അങ്ങ് ചെലവാക്കി കളയും. ഇഫ് ദർ സേവിങ്സ് ആർ ദ സെയിം, വാട്ട് ഈസ് എ സാലറി? അവരുടെ കയ്യിൽ മിച്ചമുള്ള അവരുടെ സമ്പാദ്യം തുല്യമാണെങ്കിൽ
എയുടെ സാലറി എത്ര എന്നതാണ് ചോദ്യം. 2021 ചോദ്യം. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ പറയുന്നു. എയുടെയും ബിയുടെയും കൂടെ ശമ്പളം 4300 രണ്ടും കൂടെ ചേർത്ത്. എ എന്ന് പറയുന്ന ആൾ അവൻ്റെ ശമ്പളത്തിൻ്റെ 95% ചെലവാക്കും. ബി എന്ന് പറയുന്ന ആൾ അവൻ്റെ ശമ്പളത്തിൻ്റെ 80% ചെലവാക്കും. അവരുടെ സമ്പാദ്യം ചെലവാക്കിയതിൻ്റെ ബാക്കിയുള്ള സമ്പാദ്യം തുല്യമാണെങ്കിൽ എയുടെ സാലറി എത്ര എന്നതാണ് ചോദ്യം. മക്കളെ നിങ്ങൾ പറ, എയുടെ സമ്പാദ്യം എത്രയായിരിക്കും? എയുടെ ശമ്പളം എ ആണെന്ന് കൊടുത്താൽ എയുടെ ശമ്പളത്തിൻ്റെ 5% അവൻ്റെ സമ്പാദ്യം. അപ്പോൾ എ ഇൻറ്റു 5/100. ഓക്കെ ആണോ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എയുടെ ശമ്പളത്തിൻ്റെ 95% അവൻ ചെലവാക്കും. 100 അവൻ്റെ ശമ്പളം. അതിൽ 95 പോയിട്ട് ബാക്കി 5% അവൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നു. ഇനി ബി എന്ന് പറയുന്ന ആള് അവൻ്റെ ശമ്പളത്തിൻ്റെ 80% ചെലവാക്കുന്നുണ്ട്. ഇപ്പൊ ബിയുടെ ശമ്പളം ബി ആണെങ്കിൽ അതിൻ്റെ 20% അവൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നു. അപ്പൊ എയുടെ സമ്പാദ്യം 5%, എ ഇൻറ്റു 5/100. ബി 80% ചെലവാക്കി. അപ്പോൾ അവൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ 100ൽ 80 പോയിട്ട് ബിയുടെ ശമ്പളത്തിൻ്റെ 20%, ബി ഇൻറ്റു 20/100. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇത് രണ്ടും തുല്യമാണെന്ന്. എയുടെ സമ്പാദ്യവും ബിയുടെ സമ്പാദ്യവും തുല്യമാണ്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഈക്വൽ ഇട്ട് എഴുതാം. അപ്പം ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യം ഒരു റൗണ്ട് കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞേ. എ ചെലവാക്കുന്നത് 95%. അപ്പോൾ എയുടെ കയ്യിൽ മിച്ചമുള്ളത് എയുടെ ശമ്പളത്തിൻ്റെ 5%, എ ഇൻറ്റു 5/100. ബി ചെലവാക്കുന്നത് അവൻ്റെ ശമ്പളത്തിൻ്റെ 80%. അപ്പോൾ ബിയുടെ കയ്യിൽ മിച്ചമുള്ളത് ബിയുടെ ശമ്പളത്തിൻ്റെ 20%. ഇവരുടെ രണ്ടുപേരുടെയും സേവിങ്സ് തുല്യമാണ് എന്ന് പറയുമ്പോൾ എയുടെ 5%വും ബിയുടെ 20%വും എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ തുല്യമാണ്. ഇനി ഇത് നമുക്ക് എഴുതുമ്പോൾ തന്നെ അറിയാം, രണ്ട് സൈഡിലും നമുക്ക് 100 അവിടെയും ഇവിടെയും ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി എന്ത് നിപ്പുണ്ട്? എ ഇൻറ്റു 5 ഈക്വൽ ടു ബി ഇൻറ്റു 20 എന്ന് നിപ്പുണ്ട്. ഓക്കെ ആണ്. ഇനി ഞാൻ ഈ ബി എ ഇങ്ങോട്ട് കൊണ്ടുവന്ന A/B ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി ഒരു 20 ഉണ്ട്, ഇവിടെ ഓൾറെഡി ഒരു 5 ഉണ്ട്. ഇത് താഴെ പോയി ഡിവിഷൻ ആവും. ഒന്നുകൂടെ, ഇവിടെ ഓൾറെഡി ഒരു എ ഉണ്ട്. ഞാൻ ബി എ ഇങ്ങോട്ട് കൊണ്ടുവന്ന A/B എന്നാവും. കാര്യം ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. ഇവിടെ ഓൾറെഡി നമുക്കറിയാം 20 ഉണ്ട്. ഈ 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. 20 5 കൂടെ വെട്ടിക്കളഞ്ഞ് നമുക്ക് പറയാം 4/1. കാര്യം 5 കൊണ്ട് വെട്ടി ചെറുതാക്കിയ 4/1. അങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയും A/B എന്ന് പറയുന്നത് 4:1. കാര്യം പണ്ട് മുതലേ നമുക്കറിയാം x/y എന്ന് പറഞ്ഞാൽ x/y ആണ്. A/B എന്ന് പറഞ്ഞാൽ A/B ആണ്. അതേപോലെ A/B 4/1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം A/B എന്ന് പറയുന്നത് 4:1 ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി എയുടെയും ബിയുടെയും ശമ്പളത്തിൻ്റെ റേഷ്യോ 4:1 ആണ്. എയുടെ ശമ്പളം 4 ആണെന്നും ബിയുടെ ശമ്പളം 1 ആണെന്നും നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ എല്ലാവരോടും കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ വളരെ ഡീറ്റെയിൽ ആയി ചാനലിൽ പഠിച്ചിട്ടുള്ളവരൊക്കെയാണ് ആണേ. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എയുടെ 5%വും ബിയുടെ 20% തുല്യമാണ്. ഇങ്ങനെ ഒരു കേസിൽ A/B കാണാനായിട്ട് തിരിച്ചിട്ടാൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജിനെ റേഷ്യോ ആക്കാൻ തിരിച്ചിട്ടാൽ മതി എന്നൊരു ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എയുടെ 5%വും ബിയുടെ 20% തുല്യമാണ്. അങ്ങനെയാണ് A/B എന്ന് പറയുന്നത് 20:5. 5 20 തിരിച്ചിട്ടു. എയുടെ 5ഉം ബിയുടെ 20 തിരിച്ചിട്ടു 20:5. ഇത് വെട്ടിക്കളയുമ്പോൾ 5 വെച്ച് 4:1. അപ്പൊ A/B എന്ന് പറയുന്നത് 4:1 എന്ന് ഈ ഷോർട്ട് കട്ട് അറിയാവുന്നവർക്കും ഈസി ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മുടെ പകുതി പരിപാടി കഴിഞ്ഞു.
ഓക്കെ ആണോ? അപ്പൊ എയുടെയും ബിയുടെയും ശമ്പളത്തിന്റെ റേഷ്യോ 4:1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മൊത്തം ഇവരുടെ ശമ്പളം 4:1 5 റേഷ്യോ അല്ലെ 5 ഭാഗം. അതിൽ 4 ഭാഗം എയുടെ ശമ്പളമാണ്, 1 ഭാഗം ബിയുടെ ശമ്പളമാണ്. അപ്പോൾ ഒന്നുകൂടെ, മൊത്തം എയുടെയും ബിയുടെയും കൂടെ ശമ്പളം 4:1 5 യൂണിറ്റ് ആണ്. അതിൽ 4 യൂണിറ്റ് എയുടെ ശമ്പളമാണ്, 1 യൂണിറ്റ് ബിയുടെ ശമ്പളമാണ്. മൊത്തം ഇവരുടെ ശമ്പളം 5 ഭാഗം, 4 ഭാഗം എയുടെ ശമ്പളം, 1 ഭാഗം ബിയുടെ ശമ്പളം. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇവരുടെ ആകെ ശമ്പളം 4300 ആകെ എന്ന് പറഞ്ഞാൽ 5 റേഷ്യോയാണ്. കാര്യം എക്ക് 4 ബിക്ക് 1. ഇട 5 റേഷ്യോയാണ് 4300. ഇനി അങ്ങനെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എയുടെ സാലറിയാണ്. എയുടെ സാലറി എന്ന് പറഞ്ഞാൽ 4 റേഷ്യോയാണ്. അത് എത്രടാ ഉവേ എന്നതാണ് ചോദ്യം. 5 റേഷ്യോ 4300 4 റേഷ്യോ എത്രടാ മോനെ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇനി ബിയുടെ സാലറി ആണ് ചോദിച്ചെങ്കിൽ ബിയുടെ ശമ്പളം 1 റേഷ്യോയാണ്. 1 റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. ഇനി ഇത് പല രീതിയിൽ ചെയ്യാം. ചില ആളുകൾ 1 റേഷ്യോ കണ്ടുപിടിക്കും, എന്നിട്ട് പോവും. ഞാൻ ഇതിനെ എങ്ങ് ക്രോസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഏത് ക്രോസിങ്ങിൽ 2 എണ്ണം ഉള്ളത് ഗുണിക്കുക. 4 × 4300 ഡിവൈഡഡ് ബൈ 5. 4300 5 കൂടെ വെട്ടുമ്പോൾ നമുക്കറിയാം 4 40, 4 40 പിന്നെ 43 30 860 വരും. 860നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 800 4 3200, 6 4 240, അങ്ങനെ 3440 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഞാൻ ചെയ്ത സ്റ്റെപ്പ് രണ്ടാമത്തേത് ഒന്നുകൂടെ പറയുന്നു. എയുടെയും ബിയുടെയും ശമ്പളത്തിന്റെ റേഷ്യോ 4:1 എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം മൊത്തം 5 ഭാഗം, അതിൽ 4 ഭാഗം എയുടെ ശമ്പളം, 1 ഭാഗം ബിയുടെ ശമ്പളം. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ മുഴുവൻ ശമ്പളം 4300 അപ്പം നമുക്ക് മനസ്സിലായി മുഴുവൻ ശമ്പളം എന്ന് പറഞ്ഞാൽ 5 ഭാഗമാണ്. എക്ക് 4 ബിക്ക് 1, 5 ഭാഗമാണ് 4300. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ ചെയ്യുന്നവർക്കറിയാം 5 ഭാഗം 4300 1 ഭാഗം എന്ന് പറയുന്നത് 4300നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. ഇതാണ് 1 ഭാഗം. ഈ 1 ഭാഗം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 1 ഭാഗം 860. നമ്മളോട് ചോദിച്ചേക്കുന്നത് എയുടെ ശമ്പളമാണ്. എയുടെ ശമ്പളം 4 ഭാഗമാണ്. 1 ഭാഗം 860 4 ഭാഗം 860നെ 4 കൊണ്ട് ഗുണിച്ച് 3440 എന്ന് പറയാം. ഇനി അതല്ല, ക്രോസ് ചെയ്യുന്നവർക്കും എളുപ്പമാണ്. മുഴുവൻ ശമ്പളം 5 ഭാഗം 4300. നമ്മളോട് ചോദിച്ചേക്കുന്നു എയുടെ ശമ്പളം 4 ഭാഗം. നേരെ ക്രോസ് ചെയ്താലും ഈ പറയുന്ന ഉത്തരത്തിലേക്ക് വരാം. വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, 75% ഓഫ് 75% ഈസ് ഈക്വൽ ടു ഡാഷ്. 2021 ചോദ്യം. മലയാളത്തിൽ പറഞ്ഞാൽ 75%ന്റെ 75% എത്ര? വളരെ സിമ്പിളാണ്. 75% നമുക്ക് 75/100 എന്ന് എഴുതാം. ഇനി അതിൻ്റെ 75% നമുക്ക് ഇൻറ്റു 75/100 എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഒന്നുകൂടെ, 75% നമുക്ക് 75/100 എന്ന് എഴുതാം. ഇനി അതിൻ്റെ 75% നമുക്ക് 75/100 എന്ന് എഴുതാം. ഇതാണ് 75%ന്റെ 75%. ശതമാനം കാണുന്നിടത്ത് ഒരു ബൈ 100 അങ്ങ് കൊടുത്താൽ മതി. ഓക്കെയാണ്. ഇനി പല രീതിയിൽ സോൾവ് ചെയ്യാവേ. ചില ആളുകൾ 75 100 3/4 3/4 എന്നൊക്കെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടം ഈ അടിയിൽ 100 1000 ഒക്കെ വന്ന ഒരു റൗണ്ട് വെട്ടിപ്പോകത്തില്ല എന്ന് തോന്നുവാണേ. ഈ അടിയിൽ കിടക്കുന്ന 100 1000 10000 ഒക്കെ പൊന്മുട്ട ഇടുന്ന താറാവാണ്. ഒരു കാരണവശാലും അവന്മാരെ തൊടാൻ നിൽക്കരുത്. നിങ്ങൾ ഈ 75 × 75 അങ്ങ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് പഠിച്ചവർക്കറിയാം 75 × 75 എന്ന് പറഞ്ഞാൽ 75ന്റെ സ്ക്വയറാണ്.
75ൻ്റെ സ്ക്വയർ കാണാൻ 5ൻ്റെ സ്ക്വയർ 25. ഇനി പുറകോട്ട് വരുമ്പോൾ 7. 7ഉം 7 കഴിഞ്ഞ് വരുന്ന സംഖ്യയും കൂടെ ഗുണിക്കണം. 7ഉം 8 കൂടെ ഗുണിച്ച് 56 25 എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്ക്വയർ കാണാനുള്ള എളുപ്പവഴി ഞാൻ ആ ക്ലാസ്സിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്, ഒന്ന് പഠിച്ചു വെക്കണമെന്ന്. ഒന്നുകൂടെ 75 ഗുണം 75 എന്ന് പറഞ്ഞാൽ 75ൻ്റെ സ്ക്വയറാണ്. 5ൻ്റെ സ്ക്വയർ 25. ഇനി പുറകോട്ട് വരുമ്പോൾ 7. 7ഉം 7 കഴിഞ്ഞു വരുന്ന സംഖ്യയായ 8 കൂടെ ഗുണിക്കുമ്പോൾ 56. അങ്ങനെ 5625 എന്ന് കിട്ടും. അപ്പൊ ഈ മേളത്തെ പോർഷൻ നമുക്ക് 5625 എന്നാണ് കിട്ടുക. ഇനി താഴത്തെ പോർഷൻ 100 ഗുണം 100 10,000 എന്നാണ് കിട്ടുക. മേളത്തെ പോർഷൻ 5625ഉം താഴത്തെ പോർഷൻ 100ഉം 100ഉം 10,000. നമുക്കറിയാം ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കാൻ ഒരു സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. 1000 കൊണ്ട് ഹരിക്കാൻ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടണം. ഇവിടെ 10,000 കൊണ്ടാണ് ഹരിക്കേണ്ടേ. അപ്പൊ 4 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ട് 0.5625 എന്ന് ഉത്തരത്തിലേക്ക് വരാം. 0.5625. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. അത്യാവശ്യം ഈ ഓപ്ഷനിൽ നിന്ന് നോക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും 75 ഗുണം 75ൻ്റെ അറ്റത്തെ നമ്പർ 5 ആണ്. ഈ 5 പോയിന്റ് വരുമ്പോൾ എത്രയോ 4 സ്ഥാനം മാറ്റും. ഈ 5 അറ്റത്ത് വരുന്ന ഒരൊറ്റ നമ്പറേ ഉള്ളൂ ഇതിനകത്ത്. ഇവൻ കണ്ടോ, 4 ഓപ്ഷൻ്റെ അകത്തുനിന്ന് ഒറ്റ നമ്പറേ ഉള്ളൂ ഇവൻ. അങ്ങനെ വേണേലും ചിന്തിക്കാം. അപ്പൊ 75% 75/100, വീണ്ടും 75% 75/100. വെട്ടാൻ 75 ഗുണം 75 ചെയ്തു 5625. 100 ഗുണം 100 ചെയ്തു 10,000. ഏതെങ്കിലും ഒരു സംഖ്യയെ 10,000 കൊണ്ട് ഹരിക്കാൻ 4 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു 0.5625. ഓപ്ഷൻ ഡി. അടുത്ത് ചോദ്യം ഇങ്ങനെയാണ്. ഇൻ ആൻ എലക്ഷൻ ഇൻവോൾവിംഗ് 2 candidates 86 votes were declared invalid. മലയാളത്തിൽ പറഞ്ഞാൽ 2 ആളുകൾ തമ്മിലുള്ള ഇലക്ഷൻ്റെ അകത്ത് 86 വോട്ട് ഇൻവാലിഡ് ആണ്. അതായത് 86 വോട്ടുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. 86 വോട്ട് വാലിഡ് അല്ല. ഓക്കെ, അപ്പോൾ 2 ആളുകളെ ഉള്ളൂ ഇലക്ഷൻ്റെ അകത്ത്. എത്രയൊക്കെയോ പേര് വോട്ട് ചെയ്തു, പക്ഷെ അതിൽ 86 വോട്ട് വാലിഡ് അല്ല, നോട്ട് ചെയ്തിട്ടില്ല. 86 വോട്ട്. ഓക്കെ, ദ വിന്നിംഗ് കാൻഡിഡേറ്റ് സെക്യൂർഡ് 58% ആൻഡ് വോൺ ബൈ 256 വോട്ട്സ്. മലയാളത്തിൽ പറഞ്ഞ ജയിച്ച ആൾക്ക് 58% വോട്ട് കിട്ടി. 58% കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവന് പകുതി കൂടുതൽ വോട്ട് കിട്ടി. ആകെ 2 പേരേ ഉള്ളൂ. 58% എന്ന് പറയുമ്പോൾ തന്നെ പകുതി കൂടുതൽ വോട്ട് കിട്ടി. അവൻ 256 വോട്ടിന് ജയിച്ചു. അതായത് 256 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവൻ ജയിച്ചു. ഇനി ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് പോൾഡ് ഈസ് ഡാഷ്. അങ്ങനെയാണ് ആകെ മുഴുവൻ പോൾ ചെയ്ത വോട്ട്. അതായത് പോൾ ചെയ്ത വോട്ട് എന്ന് പറയുമ്പോൾ ഇൻവാലിഡ് ആയ, അതായത് ഈ പറയുന്ന പോലെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? മൊത്തം എത്ര വോട്ടുണ്ട്, പിന്നെ അത് കൂടാതെ ഇൻവാലിഡ് ആയ വോട്ട്, ആകെ മൊത്തം എത്ര വോട്ടുകൾ അവിടെ പോൾ ചെയ്തു എന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം മനസ്സിലായോ? ഒരു ഇലക്ഷൻ ഉണ്ട്, 86 വോട്ട് ഇൻവാലിഡ് ആണ്, ശരിയായ വോട്ടല്ല. ഇനി ആ ശരിയായ വോട്ടുകളിൽ 58% വോട്ട് നേടിയ ഒരാൾ ജയിച്ചു, 256 വോട്ടിന് ജയിച്ചു. അങ്ങനെയാണ് മൊത്തം എത്ര വോട്ട് അവിടെ പോൾ ചെയ്തു എന്നതാണ് ചോദ്യം. മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം മുഴുവൻ നല്ല വോട്ടുകൾ, വാലിഡായ മുഴുവൻ വോട്ടുകൾ എന്ന് പറയുന്നത് 100%. അതില് 58% വോട്ട് നേടിയാൽ അവൻ ജയിച്ചു. ആകെ 2 പേരേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും തോറ്റവന് 100ൽ നിന്ന് 58 പോയിട്ട് 42% വോട്ടാണ് തോറ്റവന് കിട്ടിയത്. മുഴുവൻ വാലിഡ് ആയത് 100% വോട്ടാണ്. അതിൽ 58% വോട്ട് നേടിയവൻ ജയിച്ചിട്ടുണ്ട്. ബാക്കി തോറ്റവന് 42% വോട്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം ശ്രദ്ധിക്കുക.
കൂടുതലെന്നോ കുറവെന്നോ ഭൂരിപക്ഷം എന്നോ ഒക്കെ കണക്കിൽ കേട്ടാലും ജീവിതത്തിൽ കേട്ടാലും വ്യത്യാസമാണ്. ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ ലെസ് ദാൻ, മോർ ദാൻ, ഗ്രേറ്റർ ദാൻ, മെജോറിറ്റി, ഈ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഡിഫറൻസിനെ ആയിരിക്കും. കൂടുതലെന്നോ കുറവെന്നോ ഭൂരിപക്ഷം എന്നോ. ഇവിടെ നമ്മളോട് പറയുന്നു ഇവൻ 256 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. നിങ്ങൾ പറ, എത്ര ശതമാനമാ 256? ജയിച്ചവൻ 58%, തോറ്റവന് 42%. അപ്പൊ ഇവന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ശതമാനത്തിൽ 16%. എങ്ങനെ? ഇടം മൊത്തം 100%, അതിൽ 58% വോട്ട് നേടിയ ആള് ജയിച്ചു, തോറ്റവന് 42. അപ്പൊ എന്തായാലും മനസ്സിലായി, ജയിച്ചവൻ 16% വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. നമുക്കറിയാം ജയിച്ചത് 256. അപ്പൊ 16% 256. ഇതാണ് ഇതിൻ്റെ അകത്തിലെ മെയിൻ പോയിന്റ്. ഈ പോയിന്റിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒന്നുകൂടെ, ജയിച്ചവൻ 58%, തോറ്റവന് 42%. അപ്പൊ ജയിച്ചവന്റെ ജയിച്ചവന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 16%. ജയിച്ചവന് 16% വോട്ടാണ് കൂടുതൽ കിട്ടിയേ. 58ഉം 42ഉം തമ്മിലുള്ള വ്യത്യാസം 16% വോട്ട് ജയിച്ചവന് കൂടുതൽ കിട്ടി. നമുക്കറിയാം ജയിച്ചവന് 256 വോട്ടിനാണ് ജയിച്ചത്. അതായത് 256 വോട്ടാണ് അവന് കൂടുതൽ കിട്ടിയത്. ഇതിൽ നിന്ന് മനസ്സിലാവും 16% ഇവന് കൂടുതൽ കിട്ടിയത്. കൂടുതൽ കിട്ടിയ വോട്ട് 256. എടാ മക്കളെ, 16% 256. അങ്ങനെയാണ് മുഴുവൻ വാലിഡായ നല്ല രീതിയിലുള്ള വോട്ടെന്ന് പറയുന്നത് 100%. അതെത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ 16% 256 ആണെങ്കിൽ 100% എത്ര എന്ന് ക്രോസ് ചെയ്ത് നോക്കാം. ഇനി ക്രോസ് ചെയ്ത് നോക്കാൻ ഇഷ്ടമല്ലാത്തവര് ഇങ്ങനെ ആലോചിക്കേ, 16% 256. അപ്പോൾ 1% എന്ന് പറയുന്നത് 256/16. ഇതാണ് 1%. ഇതിനെ 100%ത്തിലേക്ക് മാറ്റാൻ × 100. ഇങ്ങനെ വേണേ ചെയ്യാം. ഇനി അതല്ല, ക്രോസ് ചെയ്യാം. 16% 256. നമുക്ക് മുഴുവൻ വോട്ടെന്ന് പറഞ്ഞാൽ 100%. അതെത്രാന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യാൻ ഇവിടെ 2. 100 × 256. 2 ഉള്ളത് ഗുണിച്ചു. ഏത് ക്രോസിങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, 2 സൈഡിലുള്ളത് മേളിൽ എഴുതണം, ഒരു സൈഡിലുള്ളത് താഴെ എഴുതണം. ഇവിടെ 2, 100 × 256 ബൈ ഇവിടെ 1, 16, ഒരു സൈഡിലുള്ള താഴെ. നമുക്കറിയാം 16ന്റെ സ്ക്വയർ ആണ് 256. 16 × 16, 16 100 കൂടെ ചേർത്ത് ആകെ വാലിഡായ വോട്ടുകൾ എന്ന് പറയുന്നത് 1600 എന്ന് മനസ്സിലാവും. അല്ലേ തന്നെ അത്യാവശ്യം ചിന്തിക്കുന്നവർ ഇങ്ങനെ ആലോചിക്കും, 16 × 16 256. അപ്പൊ ഇതേ 16 തന്നെ താഴെ ഗുണിച്ചാൽ അപ്പ കാണാം അത്ഭുതം, 100 × 16 1600. ഇങ്ങനെ പെട്ടെന്ന് എടുക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി 1600 വോട്ടാണ് ആകെ നല്ല വാലിഡായ വോട്ടുകൾ. അപ്പൊ വാലിഡായ എത്ര വോട്ടുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1600. പക്ഷെ നമ്മളോട് അതല്ല ചോദിച്ചേക്കുന്നേ, മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ. നമുക്കറിയാം 1600 വോട്ടുകളെ നല്ല രീതിയിൽ അവിടെ രേഖപ്പെടുത്തി. പിന്നെ 86 വോട്ടുകളെ നമ്മൾ അസാധുവായി, ഇൻവാലിഡായി. അപ്പോൾ 1600ഉം 86 കൂടെ ചേർത്ത് മൊത്തം അവിടെ പോള് ചെയ്തത് 1686 വോട്ടുകളാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. മുമ്പോട്ട് വാ. അപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഒരു റൗണ്ട് കൂടെ ഞാനൊന്ന് പറയാം, നിങ്ങൾ കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കേ. ആ 86 വോട്ടുകൾ അസാധുവായിട്ടുണ്ട്. ഓക്കെ, ഇനി സാധുവായ വാലിഡായ വോട്ടുകളിൽ മുഴുവൻ വോട്ടുകൾ 100%. അതിൽ ജയിച്ചവന് 58%. സ്വാഭാവികമായും തോറ്റവന് 2 പേരേ ഉള്ളൂ. അപ്പൊ തോറ്റവന് 100ൽ നിന്ന് 58 പോയിട്ട് 42%. അപ്പൊ ജയിച്ചവന് കിട്ടിയ കൂടുതൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, കൂടുതൽ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 16%. ഇവരുടെ വ്യത്യാസം
നമുക്കറിയാം 256 വോട്ടിനാണ് ജയിച്ചത്. അതിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മൾ എഴുതി 16% 256. കൂടുതൽ 16%. കൂടുതൽ കിട്ടിയ വോട്ട് 256. 16% 256. അങ്ങനെയാണ് മുഴുവൻ നല്ല വാലിഡായ വോട്ടെന്ന് പറഞ്ഞാൽ 100%. അത് എത്രയെന്ന് ക്രോസ് ചെയ്ത് നോക്കാം. അല്ലെ 1% 256/16 അതിനെ 100% ഇൻറ്റു 100 എങ്ങനെ വേണേൽ ചെയ്യാം, നിങ്ങളുടെ സൗകര്യം. ഏറ്റവും എളുപ്പം 16 താഴെ. അപ്പൊ നമുക്ക് മനസ്സിലായി മുഴുവൻ വാലിഡായ സാധുവായ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 1600. നമ്മളോട് ചോദിച്ചേക്കുന്നു ആകെ പോൾ ചെയ്ത വോട്ടുകളെന്ന്. അതിൽ 1600 സാധുവായ വോട്ടുകള്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 86 അസാധു വോട്ടുകള്. അപ്പൊ ടോട്ടൽ പോൾ ചെയ്തത് 1600 86 ചേർത്ത് 1686 വോട്ട്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം. ടോണി ഷുഡ് ഗെറ്റ് 40% of the total mark to pass. He obtained 120 mark and failed by 30 marks. What are the total marks? മലയാളത്തിൽ പറഞ്ഞാൽ ടോണിക്ക് ഒരു പരീക്ഷയ്ക്ക് 40% മാർക്ക് വേണം ജയിക്കാൻ. ഒരു പരീക്ഷ എഴുതി ടോണിക്ക് ആ പരീക്ഷയ്ക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ 40% മാർക്ക് വേണം. ഇനി നമ്മളോട് പറയുന്നു he obtained 120 marks and failed by 30 marks. 120 മാർക്ക് കിട്ടിയ ടോണി 30 മാർക്കിന് തോറ്റുപോയി. അങ്ങനെയാണ് ആ പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് എത്ര എന്നതാണ് ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 120 മാർക്ക് കിട്ടിയ ടോണി 30 മാർക്കിന് തോറ്റുപോയി. അങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് ജയിക്കാൻ 120 30 ചേർത്ത് 150 മാർക്കല്ലേ കുഞ്ഞുങ്ങളെ? ആലോചിച്ച് നോക്ക്. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ നോർമൽ ലൈഫിലൊന്ന് ആലോചിച്ച് നോക്ക്. 120 മാർക്ക് കിട്ടി, 30 മാർക്കിന് തോറ്റുപോയി. നിങ്ങൾ തന്നെ പറയത്തില്ല 120 മാർക്ക്, 30 മാർക്ക് കൂടെ ഉണ്ടേ ജയിച്ചേനെ. അപ്പം 120 30 ചേർത്ത് 150 മാർക്ക് വേണം ജയിക്കാൻ. 120 മാർക്ക് കിട്ടിയവൻ 30 മാർക്കിന് തോറ്റുപോയി. അപ്പോൾ അവന്റെ ജയിക്കാനുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ 120 തോറ്റ 30 ചേർത്ത് 150 മാർക്ക് ജയിക്കാൻ വേണം. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് പോയിന്റ്, ശ്രദ്ധിക്കുക. നമ്മളോട് പറയുന്നത് ഈ പരീക്ഷയ്ക്ക് ജയിക്കാൻ മിനിമം 40% മാർക്ക് വേണം. ജയിക്കാൻ 150 മാർക്കാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും 40% 150. ഈ കണക്ഷനാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയ കണക്ഷൻ. ഇത് കിട്ടിയില്ലേ പാടാം. ഒന്നുകൂടെ, ജയിക്കാൻ 150 മാർക്ക് വേണം. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നു ജയിക്കാനുള്ള മാർക്ക് 40% മിനിമം മാർക്ക്. മിനിമം മാർക്ക് 150 മാർക്ക്, മിനിമം ശതമാനം 40. ഇത് കണക്ട് ചെയ്തപ്പോഴേ നമുക്ക് കിട്ടി 40% 150. ഒന്നുകൂടെ, ജയിക്കാൻ 120 30 ചേർത്ത് 150 മാർക്ക് വേണം. ജയിക്കാൻ 40% വേണ്ടിയെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. 40% 150 ഇത് കണക്ട് ചെയ്താൽ കിട്ടും. നമ്മളോട് ചോദിച്ചേക്കുന്നു ആകെ മാർക്ക്. ആകെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ, മൊത്തം എന്ന് പറഞ്ഞാൽ എപ്പോഴും 100%. അപ്പൊ ഈ ചോദ്യം സിമ്പിളായി ഇത്രയേ ഉള്ളൂ. 40% 150 100% എത്ര? നേരെ എടുത്ത് ക്രോസ് ചെയ്യാം. ഏത് ക്രോസിങ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 2 എണ്ണം ഉള്ളത് മേളിൽ എഴുതണം. ഇവിടെ 2, 100 × 150. ഒരെണ്ണം ഉള്ളത് താഴെ എഴുതണം. ഇവിടെ 1 ഉള്ളൂ, ഒരാൾ മിസ്സിങ്, അത് താഴെ 40. ഈ 0 ഈ 0 പോയി. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 25 കിട്ടും. 25 × 15 ഒന്ന് ചെയ്തു നോക്കൂ. 25 × 10 250, 5 125, അങ്ങനെ മൊത്തം 375 എന്ന് മനസ്സിലാവും. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഓക്കെ ആണ്, മുമ്പോട്ട് പോകാം. ഇനി ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണയുണ്ട്. 25 15 അറ്റത്തെ നമ്പർ 5 ആയിരിക്കും. 5 5 25 അറ്റത്തെ നമ്പർ 5 ആയിരിക്കും. 5 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. ഇങ്ങനെ വേണേലും ചിന്തിക്കാം. അപ്പോൾ ഇനി ക്രോസ് ചെയ്യാതെ 1% ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവും ജയിക്കാൻ 150 മാർക്ക്, ജയിക്കാൻ 40%, 40% 150 കിട്ടിയ
1% എന്ന് പറഞ്ഞാൽ 150/40. അതിനെ മുഴുവൻ മാർക്കായ 100% ഇൻറ്റു 100 ഈ സ്റ്റെപ്പ് ചെയ്താലും മതിയടോ. അപ്പൊ കണ്ണടച്ച് നമ്മൾ ചെയ്തതല്ലോ ഒന്ന് ആലോചിച്ച് നോക്ക്. 120 മാർക്ക് കിട്ടിയവൻ 30 മാർക്കിന് തോറ്റുപോയി. അപ്പൊ ജയിക്കാനുള്ള മാർക്ക് 120 30 കൂടെ ചേർത്ത് 150. നമുക്കറിയാം ജയിക്കാൻ 40% മാർക്ക് വേണം, ജയിക്കാൻ 40% വേണം, ജയിക്കാനുള്ള മാർക്ക് 150. നമുക്ക് മനസ്സിലായി 40% 150. നമുക്ക് ടോട്ടൽ വേണം, ടോട്ടൽ 100%. ഏത് രീതിയിൽ കൂടെ വേണേലും നിങ്ങൾക്ക് ഒപ്പിക്കാം. നമ്മുടെ ഉത്തരം 375 പക്ക. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: രവി ആൻഡ് രാജേഷ് wrote an entrance examination to join the MTech program. അതായത് രവിയും രാജേഷും ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി, ഓക്കെ ആണ്. രവി ഒബ്റ്റൈൻഡ് 8 marks മോർ ദാൻ രാജേഷ്. രവി എന്ന് പറയുന്ന ആൾക്ക് രാജേഷിനേക്കാളും 8 മാർക്ക് കൂടുതൽ കിട്ടി. ആൻഡ് ഹിസ് മാർക്ക് വർ 52% ഓഫ് ദി സം ഓഫ് ദെയർ മാർക്സ്. ഈ രവിയുടെ മാർക്ക് എന്ന് പറയുന്നത് രവിയുടെയും രാജേഷിൻ്റെയും മാർക്കിൻ്റെ തുകയുടെ 52%. ചോദ്യം ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, രവിക്ക് രാജേഷിനേക്കാൾ 8 മാർക്ക് കൂടുതൽ കിട്ടി. ഓക്കെ, ഇനി രവിയുടെ മാർക്ക് എന്ന് പറയുന്നത് രവിയുടെയും രാജേഷിൻ്റെയും മാർക്കിൻ്റെ തുകയുടെ 52%. അപ്പോൾ ഒന്നുകൂടെ, രവിക്കും രാജേഷിനും മാർക്ക് മുഴുവൻ എത്ര കിട്ടിയോ അതിൻ്റെ 52% എടുത്താൽ രവിയുടെ മാർക്ക് കിട്ടും. ചോദ്യം ഒന്നുകൂടെ, രവിക്ക് രാജേഷിനേക്കാൾ 8 മാർക്ക് കൂടുതൽ കിട്ടി. ഇനി ഈ രവിയുടെ മാർക്ക് എന്ന് പറയുന്നത് 52% ഓഫ് ദി സം ഓഫ് ദെയർ മാർക്സ്. രവിക്കും രാജേഷിനും എത്ര മാർക്ക് കിട്ടിയോ അതിൻ്റെ തുകയുടെ 52% രവിയുടെ മാർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നു, വാട്ട് ആർ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ രവി ആൻഡ് രാജേഷ് റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണ് രവിക്കും രാജേഷിനും എത്ര മാർക്ക് വീതമാണ് കിട്ടുക എന്നതാണ് ചോദ്യം. അത്യാവശ്യം ചിന്തിക്കുന്നവർ ആദ്യ ഓപ്ഷൻ്റെ ആദ്യം നോക്കും. 8ന്റെ വ്യത്യാസം ഇല്ലാത്ത ഓപ്ഷനുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നോക്കും. പക്ഷെ ദൈവം സഹായിച്ച് ഇവിടെ എല്ലായിടത്തും 8ന്റെ വ്യത്യാസം. ഇനി നമ്മൾ എന്ത് ചെയ്യും? മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ കുറവ് മാർക്കുള്ളത് രാജേഷിനാണ്. രാജേഷിൻ്റെ മാർക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. രാജേഷിൻ്റെ മാർക്ക് എക്സ് ആണെങ്കിൽ രവിയുടെ മാർക്ക് എന്ന് പറയുന്നത് x+8 ആണ്. ഡൗട്ട് ഉണ്ടോ? രാജേഷിൻ്റെ മാർക്ക് എക്സ് ആണെങ്കിൽ രവിയുടെ മാർക്ക് x+8 ആ. കാര്യം രവിക്ക് രാജേഷിനേക്കാൾ 8 മാർക്ക് കൂടുതൽ കിട്ടിയെന്ന് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? രവിയുടെ മാർക്ക് എന്ന് പറയുന്നത് രവിയുടെയും രാജേഷിൻ്റെയും മാർക്കിൻ്റെ തുകയുടെ 52%. ഹിസ് മാർക്ക്, രവിയുടെ മാർക്ക് എന്ന് പറയുന്നത്, രവിയുടെ മാർക്ക് ഇതാ x+8. ഈ രവിയുടെ മാർക്ക് എന്ന് പറയുന്നത് രവിയുടെയും രാജേഷിൻ്റെയും മാർക്കിൻ്റെ തുകയുടെ 52%. എടാ, രവിയുടെയും രാജേഷിൻ്റെയും മാർക്കിൻ്റെ തുക എത്ര? രവിക്ക് x+8, രാജേഷിന് x. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അവരുടെ മാർക്കിന്റെ തുക എന്ന് പറയുന്നത് 2x+8 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കാൻ എന്താ വേണമെങ്കിൽ സ്റ്റെപ്പ് എടുത്താൽ ഞാൻ എഴുതാത്ത. രവിയുടെ മാർക്ക് എക്സ്, രാജേഷിന്റെ മാർക്ക് x+8. അപ്പൊ ഇവരുടെ മാർക്കിന്റെ തുക എന്ന് പറയുമ്പോൾ എക്സും x+8 കൂടെ കൂട്ടി 2x+8 ആണ്. കാര്യം എക്സും 2x ആവും, പിന്നെ 8 അതുപോലെ എക്സും x+8. ഇതാണ് രവിയുടെയും രാജേഷിന്റെ മാർക്കിന്റെ തുക. ഇതിന്റെ 52% രവിയുടെ മാർക്ക്. ഇത് രണ്ടും മക്കളെ തുല്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ വരെ ഓക്കെ ആണോ? ഞാൻ ഒന്നുകൂടെ പറയുന്നു, രവിയുടെയും രാജേഷിന്റെയും മാർക്കിന്റെ തുകയുടെ 52% രവിയുടെ മാർക്ക്. ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയുന്നത്. അപ്പൊ രവിയുടെ മാർക്ക് രാജേഷിന്റെ മാർക്ക് എക്സ്, രവിയുടെ മാർക്ക് x+8. അപ്പൊ ഇവരുടെ മാർക്കിന്റെ തുക എന്ന് പറയുമ്പോൾ എക്സും x+8 കൂടെ കൂട്ടുമ്പോൾ 2x+8 ആണ് ഇവരുടെ മാർക്കിന്റെ തുക. ഇതിന്റെ 52% എന്ന് പറയുന്നത് × 52/100.
ഇതാണ് രവിയുടെയും രാജേഷിന്റെയും മാർക്കിന്റെ തുകയുടെ 52%. ഈ 52%മാണ് രാജേഷിന്റെ മാർക്ക്, സോറി രവിയുടെ മാർക്ക് x+8 ആണ് എന്ന് നമുക്കറിയാം. ഇത് രണ്ടും തുല്യമാണ്. ഈ എഴുതിയ സ്റ്റെപ്പ് ഒന്നുകൂടെ. രവിയുടെയും രാജേഷിന്റെയും മാർക്കിന്റെ തുകയുടെ 52%മാണ് രവിയുടെ മാർക്ക്. രവിയുടെയും രാജേഷിന്റെയും മാർക്കിന്റെ തുക കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി 2x+8. ഇതിന്റെ 52% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 52/100. ഇതാണ് രവിയുടെയും രാജേഷിന്റെയും മാർക്കിന്റെ തുകയുടെ 52%. ഈ 52%മാണ് രവിയുടെ മാർക്ക് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. രവിയുടെ മാർക്ക് x+8. ഇത് രണ്ടും തുല്യമാണ്. ഇനി നമുക്ക് വെട്ടിക്കളയാനുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. 52 100 കുഞ്ഞുങ്ങളെ നമുക്ക് ഈ പറയുന്ന പോലെ 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുമ്പോൾ ഈ സാധനം 13 ആവും, ഈ സാധനം 25 ആവും. അപ്പോൾ നമുക്ക് അവരെ ഇങ്ങനെ എഴുതാം, 2x+8 ഇൻറ്റു 2 വേണേൽ കോമൺ എടുക്കാം, 13/25 = x+8 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ? മുമ്പോട്ട് പോവാം. ഇനി നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 25 അപ്പുറത്ത് പോയി ഇവിടെ പോയി മൾട്ടിപ്ലിക്കേഷൻ ആവും. ഞാൻ ഇതിന്റെ സ്റ്റെപ്പ് അപ്പുറത്തോട്ട് എഴുതുകയാണ്, ശ്രദ്ധിക്കുക. ഇതിന്റെ സ്റ്റെപ്പ് അപ്പുറത്തോട്ട് എഴുതുകയാണ്. 2x+8 ഈ സൈഡിൽ ഒരു 13 ഉണ്ട്, ഈക്വൽ ടു x+8 ഇൻറ്റു 25 എന്ന് വന്നു. എങ്ങനെയാ 25 വന്നതിന്റെ കാര്യം? ഈ 25 അവിടോട്ട് പോയിട്ട് ഇൻറ്റു 25. കാര്യം ക്രോസ് ചെയ്യുമ്പോൾ ഇത് ഇവിടെയും കിടക്കും, ഇത് അവിടെയും പോകും. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്താൽ തന്നെ നമുക്കറിയാം 13ഉം 2x കൂടെ ഗുണിച്ചാൽ 26x പ്ലസ് 13ഉം 8ഉം കൂടെ ഗുണിച്ചാൽ 104 ഈക്വൽ ടു 25ഉം x കൂടെ ഗുണിച്ചാൽ 25x പ്ലസ് 25ഉം 8 കൂടെ ഗുണിച്ചാൽ 200. ഇനി നമുക്ക് x കാണാനായിട്ട് ഇവിടെ ഓൾറെഡി ഒരു 26x ഉണ്ട്. ഈ 25x ഇവിടെ വരുമ്പോൾ -25x ആവും, ഈക്വൽ ടു അവിടെ ഓൾറെഡി ഒരു 200 ഉണ്ട്. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ -104 ആവും. അപ്പൊ 26xൽ നിന്ന് 25x പോയ 1x, അതായത് x. 200ൽ നിന്ന് 104 പോയാൽ 96. അപ്പൊ മക്കളെ നമുക്കിപ്പോ എക്സിന്റെ വാല്യൂ 96 എന്ന് കിട്ടി. എന്തുവാണ് എക്സിന്റെ വാല്യൂ? എക്സ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മാർക്കുള്ള രാജേഷിന്റെ മാർക്കാണ്. രാജേഷിന്റെ മാർക്കാണ് എക്സ്, അത് 96 എന്ന് കിട്ടി. അപ്പൊ രവിയുടെ മാർക്ക് എന്ന് പറഞ്ഞാൽ x+8, 96ന്റെ കൂടെ 8 കൂട്ടി 104. 96ഉം 104ഉമാണ് അവരുടെ മാർക്കായിട്ട് വരിക. നമ്മളോട് ചോദിച്ചേക്കുന്നു, വാട്ട് ആർ ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ രവി ആൻഡ് രാജേഷ് റെസ്പെക്റ്റീവ്ലി. രവിക്കും രാജേഷിനും കൂടെ എത്ര വീതം മാർക്ക് കിട്ടി? രവിയുടെ മാർക്ക് 104, രാജേഷിന്റെ മാർക്ക് 96. 104,96 ഉണ്ട്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. എനിക്കറിയാം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് അത്യാവശ്യം കാൽക്കുലേഷൻസ് ഉണ്ട്, ഒരു ഇച്ചിരി ടൈറ്റ് ആണെന്ന് തന്നെ തോന്നും. നമുക്ക് ഒരു വട്ടം കൂടെ പെട്ടെന്നൊന്ന് പിടിക്കാം. നമുക്കറിയാം ഇവിടെ രാജേഷിനാണ് മാർക്ക് കുറവ്. മാർക്ക് കുറവ് രാജേഷിനായതുകൊണ്ട് രാജേഷിന്റെ മാർക്ക് നമുക്ക് x എന്ന് കൊടുത്തു. രവിക്ക് രാജേഷിനേക്കാൾ 8 മാർക്ക് കൂടുതലാണെന്ന് പറയുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ x+8 എന്ന് കൊടുത്തു. ഓക്കെ ആണ്. ഇനി നമ്മളോട് എന്തോ പറയുന്നത്? രവിയുടെയും രാജേഷിന്റെയും മാർക്കിന്റെ തുകയുടെ 52% ഈ പറയുന്ന രവിയുടെ മാർക്ക്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ മാർക്കിന്റെ തുക എന്ന് പറയുമ്പോൾ എക്സും x+8 കൂടെ കൂട്ടണം. എക്സും x+8 കൂടെ കൂട്ടിയാൽ എക്സും തന്നെ 2x ആയി. 2x+8 ആണ് ഇവരുടെ മാർക്കിന്റെ തുക. ഈ മാർക്കിന്റെ തുകയുടെ 52%, അപ്പൊ ഇൻറ്റു 52/100, ഇതെടുക്കുമ്പോൾ രവിയുടെ മാർക്ക് കിട്ടും. രവിയുടെ മാർക്ക് നമുക്കറിയാം x+8. ഇനി വേണമെങ്കിൽ ഇവിടുന്ന് 2 കോമൺ എടുക്കാം കേട്ടോ, ഞാൻ പറയാഞ്ഞതാണ്. പിന്നെ 52ഉം 100ഉം കൂടെ 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 13 ആവും, ഇത് 25 ആവും, 4 കൊണ്ട് ഹരിച്ച. അപ്പൊ ഈ 13 നമ്മൾ ഇവിടെ നിർത്തും. ഈ 25 താഴെ ആയതുകൊണ്ട് ഇപ്പുറത്ത് പോയി അവന്മാരുടെ കൂടെ നിൽക്കും. അപ്പൊ നമുക്ക് ഇവരെ ഇങ്ങനെ എഴുതാം, 2x+8, ഈ സൈഡിൽ ഓൾറെഡി 13 ഉണ്ട്, ഈക്വൽ ടു അപ്പുറത്തെ സൈഡിൽ x+8 ഇൻറ്റു 25. കാര്യം ഈ താഴത്തെ 25 അപ്പുറത്ത് പോയി മേളിൽ വരും. ഇനി അകത്തേക്ക് 13 കൊടുത്തു,
2x-ഉം 13 കൂടെ ഗുണിച്ചാൽ 26x, 13-ഉം 8 കൂടെ ഗുണിച്ചാൽ പ്ലസ് 104 ഈക്വൽ ടു 25 അകത്തേക്ക് കൊടുക്കുമ്പോൾ 25x പ്ലസ് 25-ഉം 8 കൂടെ ഗുണിക്കുമ്പോൾ 200. അകത്തേക്ക് ഒരു സംഖ്യ കൊടുത്താൽ എല്ലാ സംഖ്യയും ഗുണിക്കണം. അപ്പൊ എക്സ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഓൾറെഡി 26x ഉണ്ട്. ഈ 25x ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 25x ആയി. ഇവിടെ ഓൾറെഡി 200 ഉണ്ട്. ഈ പ്ലസ് 104 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 104 ആയി. 26x-ൽ നിന്ന് 25x പോയാൽ എക്സ് ഒരെക്സ്, അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് മനസ്സിലായി 96. എക്സ് എന്ന് പറയുന്നത് രവിയുടെ അല്ല, രാജേഷിന്റെ മാർക്കാണ്. രാജേഷിനാണ് കുറവ് മാർക്ക്, അത് 96. അപ്പൊ രവിക്ക് രാജേഷിനേക്കാൾ x+8 8 മാർക്ക് കൂടുതലാണ്. 96-ഉം 8 കൂടെ കൂട്ടി 104. നമ്മളോട് ചോദിച്ചേക്കുന്നു രാജേഷിന്റെയും രവിയുടെയും കറസ്പോണ്ടിങ് മാർക്ക് എത്ര? രാജേഷിന് 104, രവിക്ക് 96. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. 6 1/4% ഓഫ് 1600 പ്ലസ് 12 1/2% ഓഫ് 800 ഈസ് ഇക്വലന്റ് ടു ഡാഷ്. അതായത് 1600-ന്റെ ഈ പെർസെൻറ്റേജ് കാണുക, എന്നിട്ട് 800-ന്റെ 12.5 12 1/2% കാണുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും എന്നതാണ് ചോദ്യം. മക്കളെ ഇങ്ങോട്ട് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം നിർബന്ധമായും മത്സര പരീക്ഷകളിൽ വരുന്ന കുറച്ച് പെർസെൻറ്റേജുകളാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. ഒന്ന് നോക്കുക. 12.5%, 25%, 37%, 50%, 62%, 75%, 87%, 100%. എത്ര പേരുണ്ട്? 12.5 വെച്ചുള്ള ഡിവിഷനാണ്. 12.5, 25, 37, 50, 62, 75, 87, 100. 8 ഡിവിഷൻ. ഈ അരയ്ക്ക് പകരം ചിലപ്പോൾ 0.5 എന്നായിരിക്കും വരുന്നത്. അരാന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങളോട് എപ്പോഴെങ്കിലും 12.5% കാണാൻ പറഞ്ഞാൽ നീ 1/8 കൊണ്ട് ഗുണിച്ചാൽ മതി. 1/8. ഇത് ശരിക്കും ആ പെർസെൻറ്റേജ് ഒക്കെ മാറ്റി ഫ്രാക്ഷനൊക്കെ ആക്കി ബൈ 100 കൊടുത്തൊക്കെയാ, ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ. 25% കാണാൻ പറഞ്ഞാൽ 2/8 കൊണ്ട് ഗുണിച്ചാൽ മതി. 2/8 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 8 കൂടെ വിട്ടുമ്പോൾ 1/4 കാലാവും. ഇനി 37% കാണാൻ പറഞ്ഞാൽ 3/8 കൊണ്ട് ഗുണിച്ചാൽ മതി. കാര്യം 8 ഡിവിഷൻസുകളാണ് മൊത്തം 12.5 വെച്ച്, അതുകൊണ്ടാണ് എപ്പോഴും അടിയിൽ 8 വരുന്നത്. ഇനി 50% കാണാൻ പറഞ്ഞാൽ 4/8 കൊണ്ട് ഗുണിച്ചാൽ മതി. 50% എന്ന് പറഞ്ഞാൽ പകുതിയാണെന്ന് എല്ലാവർക്കും അറിയാം. 4ഉം 8ഉം 4 വെച്ച് വെട്ടുമ്പോൾ 1/2. ഇനി 62% കാണാൻ പറഞ്ഞാൽ 5/8 കൊണ്ട് ഗുണിച്ചാൽ മതി. 75% കാണാൻ പറഞ്ഞാൽ 6/8 വെട്ടിപ്പോകുമ്പോൾ 3/4 മുക്കാല് 3/4 കൊണ്ട് ഗുണിച്ചാൽ മതി. 6/8 എഴുതി പിന്നെ വെട്ടിയാലും മതി കേട്ടോ. ഇനി 87% കാണാൻ പറഞ്ഞാൽ 7/8 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി 100% കാണാൻ പറഞ്ഞാൽ 8/8, അതായത് അത് തന്നെ സംഖ്യ തന്നെ 1. ഓക്കെ, ഇത്രയും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ കുറേ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അപ്പോൾ മൊത്തം 8 ഡിവിഷനാ, അതുകൊണ്ട് 8 അടിയിൽ വരും. 12.5 ആകുമ്പോൾ 1/8, 25 ആകുമ്പോൾ 2/8, 2/8 വെട്ടുമ്പോൾ 1/4. 25% എന്ന് പറഞ്ഞാൽ കാലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി 37% എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആള് 3/8, 50% എന്ന് പറഞ്ഞാൽ നാലാമത്തെ ആള് 4/8, അത് വെട്ടിക്കളയുമ്പോൾ 1/2. 50% അരയാന്ന് എല്ലാവർക്കും അറിയാം, അര എടുത്താൽ മതി. ഇനി 62% എന്ന് പറയുമ്പോൾ അഞ്ചാമത്തെ ആള് 5/8, 75% എന്ന് പറഞ്ഞാൽ ആറാമത്തെ ആള് 6/8. 75% 6/8 2 വെച്ച് വെട്ടിയാൽ 3/4 ആവും. 75% മുക്കാലാണ്, 3/4 ആണെന്ന് എല്ലാവർക്കും അറിയാം, അറിയത്തില്ലേ? ഇനി 87% എന്ന് പറഞ്ഞാൽ 8 ഡിവിഷനിൽ ഏഴാമത്തെ ആള് 7/8 കൊണ്ട് ഗുണിക്കാം. ഇനി 100% ഞാൻ ഇത് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ള 8/8 എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ 100% 8/8 1 എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഓക്കെ, അപ്പൊ ഇതിൽ പെട്ടെന്ന് ഓർക്കേണ്ടത് 12.5 1/8, 25 2/8 1/4, 37 3/8, ഇനി 50 4/8 അര, 62 5/8, 75 മുക്കാല് 6/8 വെട്ടിക്കളഞ്ഞ് 3/4, ഇനി 87 7/8. ഇത്രയൊന്ന് ഓർത്ത് വെക്കുക.
ഇനി അരയ്ക്ക് പകരം 87.5% എന്നൊക്കെ ആയിരിക്കും വരുന്നത്. അരാന്ന് പറഞ്ഞാലും 0.5 വന്നാലും ഒന്ന് തന്നെ. ഓക്കെ, ഇനി 6 1/4 എന്ന് പറഞ്ഞാൽ 1/16 ആണ് എന്ന് ഓർക്കുക. 6 1/4 എന്ന് പറഞ്ഞാൽ 1/16, 6.25%. ചിലപ്പോൾ അവര് 6.25 പകരം 6.25% എന്നായിരിക്കും പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയല്ലേ? 6.25 എന്ന് പറഞ്ഞാലും 6.25 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ആണേ, 1/16 ആണ് എന്നൊന്ന് ഓർത്ത് വെക്കുക. അങ്ങനെ പറയാൻ കാര്യം, ഇത് കണക്ട് ചെയ്യാനായിട്ട് പറയാം. 12.5 1/8. അപ്പൊ 12.5യുടെ പകുതിയാണ് 6.25. അപ്പൊ 1/8ന്റെ പകുതി 1/16. കണ്ടോ, 1/8ന്റെ പകുതി 1/4 ആണെന്ന് വിചാരിക്കരുത്. ഫ്രാക്ഷൻ ആകുമ്പോൾ ഇത് അടിയിൽ കൂടി വരും. ഓക്കെ, അപ്പൊ 12.5 1/8, അപ്പൊ 6.25 1/16. ഇങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും 33 1/3% കാണാൻ പറഞ്ഞാൽ മക്കളെ 1/3 കൊണ്ട് ഗുണിച്ചാൽ മതി. 33 1/3% കാണാൻ പറഞ്ഞാൽ 1/3 കൊണ്ട് ഗുണിച്ചാൽ മതി. നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും 66 2/3% കാണാൻ പറഞ്ഞാൽ 2/3 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇത് രണ്ടുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ 33 1/3% എന്ന് പറയുമ്പോൾ 1/3 കൊണ്ട് ഗുണിക്കുക. 66 2/3% എന്ന് പറയുമ്പോൾ 2/3 കൊണ്ട് ഗുണിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള എല്ലാ മിക്സഡ് ഫ്രാക്ഷനും ഈ പോയി അഭ്യാസം കാണിക്കരുത്. ഇപ്പൊ വേറൊന്നും പറയാം, 60 3/5% കാണാൻ 3/5 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഈ 2% സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഈ 2%നെ 100ലേക്ക് മാറ്റുമ്പോൾ മിക്സഡ് മാറ്റി വരുമ്പോൾ വെട്ടിപ്പോവും. അതുകൊണ്ടാണ് 1/3 എന്നും 2/3 എന്നും ഇതിന് മാത്രം. അപ്പൊ 33 1/3% കാണാൻ 1/3 കൊണ്ട് ഗുണിക്കുക. 66 2/3% കാണാൻ 2/3 കൊണ്ട് ഗുണിക്കുക. ഇങ്ങനെ നിർബന്ധമായും കാണാതെ പഠിക്കേണ്ട കുറച്ച് പെർസെൻറ്റേജും ഫ്രാക്ഷനും അതിൻ്റെ പെർസെൻറ്റേജും ഉണ്ട്. പെർസെൻറ്റേജ് വന്ന് നേരെ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ചെയ്താൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സാധനമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ഉണ്ട്, പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എല്ലാത്തിൻ്റെയും കൂടെ ലിസ്റ്റ് ഞാൻ ഇട്ടേക്കാം. ടെലിഗ്രാം ചാനലിൻ്റെ പേര് ട്രിക്ടേൺ RRB എന്നാണ്. ഞാൻ മുമ്പേ പറഞ്ഞതാണ്. എന്നാലും ഇത് ഇത്ര നിങ്ങൾ നിർബന്ധമായി പഠിക്കണം. ഇനി കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ അത്യാവശ്യമുള്ള കുറച്ച് കാര്യം കൂടെ ഉണ്ട്. എല്ലാം കൂടെ ഞാനൊരു ലിസ്റ്റ് പോലെ അതിനകത്ത് ഇട്ടേക്കാം. പക്ഷെ ഇത് നിർബന്ധമായും പഠിക്കുക. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്തേ. 12.5 1/8, 25 2/8 1/4, 37 3/8, ഇനി 50 4/8 അതായത് 1/2, 62 5/8, 75 6/8 3/4, 87 7/8, 100 എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഇനി 6.25 6.25% കാണാൻ 1/16 എങ്ങനെ കണക്ട് ചെയ്യാം? 12.5 1/8, 12.5യുടെ പകുതിയാണ് 6.25, 1/8ന്റെ പകുതി 1/16. ഇനി നിങ്ങളോട് ആരെങ്കിലും എപ്പോഴെങ്കിലും 33 1/3% കാണാൻ പറഞ്ഞാൽ 1/3 കൊണ്ട് ഗുണിക്കുക. 66 2/3% കാണാൻ പറഞ്ഞാൽ 2/3 കൊണ്ട് ഗുണിക്കുക. ഇനി ഈ ചോദ്യത്തിലേക്ക് വാ. 6 1/4% ഓഫ് 1600, 1600ന്റെ 6.25%. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? 1600നെ 1/16 കൊണ്ട് ഗുണിക്കുക. പ്ലസ് 12 1/2% ഓഫ് 800, 800ന്റെ 12.5%. 800ന്റെ 12.5% കാണാൻ 800നെ 1/8 കൊണ്ട് ഗുണിക്കുക. 16 1600 വെട്ടുമ്പോൾ 100 വരും ഇവിടെ. 8 800 വെട്ടുമ്പോൾ 100 വരും ഇവിടെ. 100 100 ചേർത്ത് നമ്മുടെ ഉത്തരം പക്ക ക്ലിയർ ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 1600ന്റെ 6 1/4, 1600 × 1/16 വെട്ടിക്കളയുമ്പോൾ 100. ഇനി 800ന്റെ 12.5, 800 × 1/8 വെട്ടിക്കളയുമ്പോൾ 100, 100 200. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം. If due to 10% decrease in the price of sugar, Ram can buy 5 kg more sugar in ₹100, then find the actual price of the sugar. അതായത് പഞ്ചസാരയുടെ വില 10% കുറഞ്ഞു. പഞ്ചസാരയുടെ വില 10% കുറഞ്ഞപ്പോൾ രാം 100 രൂപയ്ക്ക് 5 കിലോ ഷുഗർ എക്സ്ട്രാ വാങ്ങി. ഒന്നുകൂടെ പറയുന്നു, പഞ്ചസാരയുടെ വില
10% കുറഞ്ഞു. അപ്പോൾ രാമെന്ന് പറയുന്നവൻ 5 കിലോ പഞ്ചസാര 100 രൂപയ്ക്ക് എക്സ്ട്രാ വാങ്ങി. അതായത് ഇതിൻ്റെ അർത്ഥം 100 രൂപയ്ക്ക് 5 കിലോ പഞ്ചസാര കിട്ടിയെന്നല്ല. സാധാരണ രാമെന്ന് പറയുന്ന ആള് 100 രൂപയ്ക്ക് കുറേ പഞ്ചസാര വാങ്ങിക്കും. ഇന്ന് അവൻ ചെന്നപ്പോൾ ഈ 100 രൂപയ്ക്ക് 5 കിലോ പഞ്ചസാരയുടെ എക്സ്ട്രാ കിട്ടി. ചിലപ്പോൾ അവൻ 10 20 ആയിരിക്കും വാങ്ങുന്നത്. അതിൻ്റെ കൂടെ 5 കിലോ കൂടെ അവൻ എക്സ്ട്രാ കിട്ടി. അങ്ങനെയാണ് പഞ്ചസാരയുടെ ആക്ച്വൽ പ്രൈസ്, ഇന്നത്തെ പ്രൈസ് അല്ല, ശരിക്കുമുള്ള പൈസ എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ മക്കളെ, ഇത്തരം ചോദ്യം ശരിക്കുമുള്ള പൈസ വേണേ ചോദിക്കാം, ഇന്നത്തെ പൈസ വേണേ ചോദിക്കാം, ഇങ്ങനെ പല രീതിയിൽ വരാം. ഓക്കെ, 1 കിലോ പഞ്ചസാരയുടെ ഇന്നത്തെ പൈസ ചോദിക്കാം, ശരിക്കും ആക്ച്വൽ പ്രൈസ് ചോദിക്കാം, അങ്ങനെ പല രീതി. ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യാനായിട്ട് ഞാനൊരു കൺസെപ്റ്റ് പറയാം. ആ കൺസെപ്റ്റ് നന്നായിട്ട് അങ്ങ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അതായത് എന്നും ഞാൻ അതിനെ യൂഷ്വൽ എന്ന് വിളിച്ചു, ഇത് പ്രസന്റ്, ഇന്നത്തെ. എന്നും പഞ്ചസാരയുടെ വില 100 ആണെങ്കിൽ ഇന്ന് പഞ്ചസാരയുടെ വില 90 ആണ്. എന്തുകൊണ്ടാ? ഇന്ന് പഞ്ചസാരയുടെ വിലയിൽ 10% കുറവുണ്ട്. അപ്പൊ എന്നും പഞ്ചസാരയുടെ വില 100 ആണെങ്കിൽ ഇന്ന് പഞ്ചസാരയുടെ വില 90 ആണ്. ഇത് രണ്ടും വെട്ടി ചെറുതാക്കുമ്പോൾ പഞ്ചസാരയുടെ പൈസയുടെ പ്രൈസിന്റെ റേഷ്യോ 10:9 ആണ് എന്ന് മനസ്സിലാവും. അതായത് പ്രൈസിന്റെ റേഷ്യോ 10:9 ആണ്. അതായത് എന്നും പഞ്ചസാരയ്ക്ക് 10 റേഷ്യോയാണെങ്കിൽ ഇന്ന് പഞ്ചസാരയ്ക്ക് 9 റേഷ്യോയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പൈസയുടെ റേഷ്യോ തിരിച്ചിട്ടാൽ എണ്ണത്തിൻ്റെ റേഷ്യോ കിട്ടും. അതായത് പൈസയുടെ റേഷ്യോ എന്താണോ അതിൻ്റെ നേർ വിപരീതമായിരിക്കും എണ്ണത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നു. അപ്പൊ പൈസയുടെ റേഷ്യോ 10:9 ആണെങ്കിൽ എണ്ണത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:10 ആണ്. എന്നും കിട്ടുന്ന പഞ്ചസാരയുടെ എണ്ണം 9 റേഷ്യോയാണ്, അത് കിലോ 9 റേഷ്യോയാണ്. ഇന്നത്തെ പഞ്ചസാരയുടെ എണ്ണം 10 റേഷ്യോയാണ് എന്ന് മനസ്സിലാവും. കുറച്ചുകൂടെ ഈസി ആയിട്ട് പറഞ്ഞാൽ എന്നും 9 ഭാഗം പഞ്ചസാര, ഇന്ന് 9 ആണ് കിട്ടുന്നതെങ്കിൽ ഇന്ന് 10 കിട്ടും എന്നാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇവിടെ വരെ ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും, ശ്രദ്ധിക്കും മക്കളെ. ഇത് എന്നും ഞാൻ അതിനെ യൂഷ്വൽ എന്ന് വിളിച്ചു. ഇത് ഇന്ന് ഞാൻ അതിനെ പ്രസന്റ് എന്ന് വിളിച്ചു, ഇന്ന്. അപ്പൊ എന്നും പഞ്ചസാരയുടെ വില പ്രൈസ് 100 ആണെങ്കിൽ ഇന്ന് പഞ്ചസാരയ്ക്ക് 90 ആണ്. എന്തുകൊണ്ടാ? പഞ്ചസാരയുടെ വില 10% കുറഞ്ഞു. അപ്പൊ പഞ്ചസാരയുടെ വിലയുടെ റേഷ്യോ എടുക്കുമ്പോൾ മക്കളെ 10:9 ആണ്. വിലയുടെ റേഷ്യോ എടുത്തപ്പോൾ 10:9. അതായത് പഞ്ചസാരയുടെ എന്നുമുള്ള വില 10 റേഷ്യോയാണ്, ഇന്നത്തെ വില 9 റേഷ്യോയാണ്. പഞ്ചസാരയുടെ എന്നുമുള്ള വില 10 റേഷ്യോയാണ്, ഇന്നത്തെ വില 9 റേഷ്യോയാണ് വില. ഇനി ഇമ്പോർട്ടൻ്റ് പോയിന്റ്, വിലയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ക്വാണ്ടിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് വിലയുടെ റേഷ്യോ 10:9 ആണ്, അവരുടെ എണ്ണത്തിൻ്റെ റേഷ്യോ 9:10 ആയിരിക്കും. വിലയുടെ റേഷ്യോ 4:5 ആണ്, എണ്ണത്തിൻ്റെ റേഷ്യോ 4:5:4 ആയിരിക്കും. വിലയുടെ റേഷ്യോ 1:2 ആണ്, എണ്ണത്തിൻ്റെ റേഷ്യോ 2:1 ആണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും എഴുതി യൂഷ്വൽ, ഇത് പ്രസന്റ്. ഓക്കെ, അപ്പൊ ഇവരുടെ എണ്ണത്തിന്റെ ക്വാണ്ടിറ്റീൻ്റെ റേഷ്യോ നേരെ തിരിഞ്ഞു വരും 9:10. അതായത് എന്നും കിട്ടുന്ന പഞ്ചസാരയുടെ റേഷ്യോ 9 ആണെങ്കിൽ ഇന്ന് കിട്ടിയ പഞ്ചസാരയുടെ റേഷ്യോ 10 ആണ്. എന്നും കിട്ടുന്ന പഞ്ചസാരയുടെ എണ്ണം 9 ആണെങ്കിൽ ഇന്ന് കിട്ടിയത് 10. ഇനി നമ്മൾക്കറിയാം ഇന്ന് അവൻ 5 കിലോ പഞ്ചസാര അധികം വാങ്ങിച്ചു. 5 കിലോ പഞ്ചസാര. അപ്പൊ എന്നും 9, ഇന്ന് 10.
ഇന്ന് 5 കിലോ പഞ്ചസാര അധികം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ എന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം 1 റേഷ്യോയാണ് 5 കിലോ. അങ്ങനെയാണ് എന്നും അവന് കിട്ടുന്നത് 9 റേഷ്യോയാണ്. അപ്പോൾ 1 റേഷ്യോ 5 കിലോയാണെങ്കിൽ 9 റേഷ്യോ എന്ന് പറയുന്നത് 9 ഗുണം 5 45 കിലോ. അപ്പൊ മക്കളെ എന്നും അവന് കിട്ടുന്നത് 45 കിലോയാണ്. മറ്റേത് ഇന്ന് കിട്ടിയത് 10 എന്ന് പറയുമ്പോൾ 10 × 5 50 എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്നും അവന് കിട്ടുന്നത് 45 കിലോയാണ്. അപ്പൊ എന്നും 100 രൂപ കൊടുക്കുമ്പോ അവന് കിട്ടുന്നത് 45 കിലോ പഞ്ചസാരയാണ്. 45 കിലോ പഞ്ചസാരയുടെ വിലയാണ് 100 എന്നും, യൂഷ്വൽ ആക്ച്വൽ എന്നും. അപ്പൊ 45 കിലോ പഞ്ചസാരയ്ക്ക് 100 രൂപ. അങ്ങനെയാണ് 1 കിലോ പഞ്ചസാരയുടെ വില 100/45. 100നെ 45 5 കൊണ്ട് വെട്ടിയാൽ ഈ സാധനം 20/9 ആവും. സോറി 20/9 ആവും. 20നെ മക്കളെ 9 കൊണ്ട് ഭാഗിച്ച് 9 2 18, ബാക്കി ശിഷ്ടൻ 2. അപ്പൊ മെയിൻ ആൻസർ 2. ശിഷ്ടമായ 2 മോളില് ഹരിച്ച സാധനമായ 9 താഴെ. 2 എഴുതുമ്പോഴേ ഏകദേശം കിട്ടും, എന്നാലും ക്ലോസ് ആൻസർ ഒക്കെ വന്നാൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചത്. അപ്പോൾ 20നെ 9 കൊണ്ട് ഹരിച്ചു 9 2 18. മെയിൻ ആൻസർ 2. ശിഷ്ടമായ 2 മോളില് ഹരിച്ച സാധനമായ 9 താഴെ. 2/9 ആണ്. സെറ്റാണ്. മുമ്പോട്ട് പോകാം. അപ്പൊ ഞാൻ ഈ സെക്കൻഡ് പാർട്ട് സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഇത് യൂഷ്വൽ എന്നും, ഇത് പ്രസന്റ് ഇന്ന്. അപ്പോൾ ക്വാണ്ടിറ്റീൻ്റെ റേഷ്യോ പൈസയുടെ റേഷ്യോന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കിട്ടുന്ന കിലോയുടെ എണ്ണത്തിന്റെ ക്വാണ്ടിറ്റീൻ്റെ റേഷ്യോ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്നും പൈസയുടെ റേഷ്യോ 10, അപ്പൊ എണ്ണത്തിന്റെ റേഷ്യോ 9. ഇന്ന് പൈസയുടെ റേഷ്യോ 9, ഇന്ന് എണ്ണത്തിന്റെ റേഷ്യോ 10. ഇത് നേരെ തിരിച്ചിട്ടു. അപ്പൊ എന്നും കിട്ടുന്ന എണ്ണം 9 റേഷ്യോയാണ്. ഇന്ന് കിട്ടിയത് 10 റേഷ്യോയാണ്. കാര്യം ഇന്ന് 10 കിട്ടിയതിന്റെ കാര്യം കുറച്ച് കൂടുതൽ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നും കിട്ടുന്ന പഞ്ചസാരയുടെ കിലോ 9 റേഷ്യോ, ഇന്ന് കിട്ടിയ പഞ്ചസാര 10 റേഷ്യോ. നമുക്കറിയാം ഇന്ന് 5 കിലോ പഞ്ചസാര കൂടുതൽ കിട്ടി. അതായത് എന്നും കിട്ടുന്നതും ഇന്നും തമ്മിലുള്ള വ്യത്യാസമാണ് 5 കിലോ. ഓക്കെയാണ്. എന്നും കിട്ടുന്നത് 9 റേഷ്യോ, ഇന്ന് കിട്ടിയത് 10 റേഷ്യോ. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം, അതായത് 1 റേഷ്യോയാണ് 5 കിലോ. അങ്ങനെയാണ് എന്നും അവന് കിട്ടുന്നത് 9 റേഷ്യോ പഞ്ചസാരയാണ്. 1 റേഷ്യോ 5 കിലോയാണ്. 9 റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 ഗുണം 9 45. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്നും ഇവൻ നമ്മൾ 100 രൂപ കൊടുക്കുമ്പോൾ ഇവന് 45 കിലോ പഞ്ചസാര കിട്ടും. അപ്പൊ എന്നും പഞ്ചസാര 100 രൂപയ്ക്ക് 45 കിലോ പഞ്ചസാര കിട്ടും. അപ്പൊ ഇപ്പോ 1 കിലോ പഞ്ചസാരയുടെ വില എത്ര? 100 രൂപയ്ക്ക് 45 കിലോ പഞ്ചസാര കിട്ടും എന്നും. അപ്പൊ 1 കിലോ പഞ്ചസാരയുടെ വില കാണാൻ 100/45 നമുക്ക് മനസ്സിലാവും 2/9. ഒരു വട്ടം കൂടെ പെട്ടെന്ന് ഇതിൽ ഏത് ചോദ്യം വേണേലും വരാം, അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞേ. ഒന്നുകൂടെ മക്കളെ, പഞ്ചസാരയുടെ എന്നുമുള്ള വില 100, ഇന്നത്തെ വില 90. കാര്യം ഇന്ന് 10% വില കുറവാ. അപ്പൊ പഞ്ചസാരയുടെ വിലയുടെ റേഷ്യോ എന്ന് പറയുന്നത് 10:9. എടാ മോനെ, വിലയുടെ റേഷ്യോ 10:9 ആണ്. എണ്ണത്തിന്റെ ക്വാണ്ടിറ്റീന്റെ റേഷ്യോ 9:10 തിരിച്ചിട്ടു. അതായത് എന്നും കിട്ടുന്ന പഞ്ചസാരയുടെ എണ്ണം 9 റേഷ്യോ, ഇന്ന് കിട്ടിയ പഞ്ചസാരയുടെ എണ്ണം 10 റേഷ്യോ. എന്നും എത്ര കിലോ പഞ്ചസാര കിട്ടുമെന്ന് ചോദിച്ചാൽ 9 റേഷ്യോ. ഇന്ന് 100 രൂപയ്ക്ക് എത്ര കിലോ പഞ്ചസാര കിട്ടുമെന്ന് ചോദിച്ചാൽ 10 റേഷ്യോ. എന്നും അവന് 100 രൂപ കൊടുക്കുമ്പോൾ 9 റേഷ്യോ പഞ്ചസാര കിട്ടും. ഇന്ന് 10 റേഷ്യോയാണ് കിട്ടിയത്. ഇന്ന് 5 കിലോ പഞ്ചസാര കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 റേഷ്യോയുടെ വ്യത്യാസം, എന്നും 9 റേഷ്യോ, ഇന്ന് 10 റേഷ്യോ. 1 റേഷ്യോയാണ് മക്കളെ 5 കിലോ. അപ്പൊ എന്നും അവന് കിട്ടുന്നത് 9 റേഷ്യോയാണ്. 1 റേഷ്യോ 5 കിലോയാണ്. 9 റേഷ്യോ 5 ഗുണം 9 45 കിലോ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്നും ഇവന്
100 രൂപ കൊടുക്കുമ്പോൾ 45 കിലോ പഞ്ചസാര കിട്ടും. ഇന്നത്തെ കാര്യമായിരുന്നല്ലോ, ഇന്ന് 10 റേഷ്യോയാണ്. 1 റേഷ്യോ 5 ഇന്ന് പൈറ്റി 5 50 കിലോ കിട്ടും. അപ്പൊ ഇന്ന് 50 കിലോ കിട്ടി, എന്നും 45 കിലോയെ കിട്ടും. ഇങ്ങനെ പറയാൻ കാര്യം 1 റേഷ്യോ 5. അപ്പൊ എന്നും അവന് 9 റേഷ്യോ 100 രൂപയുടെ കിട്ടും. 9 റേഷ്യോ എന്ന് പറഞ്ഞാൽ 9 × 5 45, എന്നുമാണ് പൈറ്റി 5 50. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയുന്നു, ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ 9 റേഷ്യോ, ഈ ക്വാണ്ടിറ്റി 10 റേഷ്യോ. ഇവര് തമ്മിലുള്ള വ്യത്യാസമാണ് 5 കിലോ, 1 റേഷ്യോ 5 കിലോ. അങ്ങനെയാണ് എന്നും അവന് 9 റേഷ്യോ പഞ്ചസാര 100 രൂപയ്ക്ക് കിട്ടും. അപ്പൊ 1 റേഷ്യോ 5 9 റേഷ്യോ 9 × 5 45. അപ്പൊ 100 രൂപ കൊടുക്കുമ്പോ എന്നും 45 കിലോ പഞ്ചസാര കിട്ടും. അപ്പൊ എന്നും 45 കിലോയ്ക്കാണ് 100 രൂപ. അപ്പോൾ 1 കിലോയ്ക്ക് 100/45 വെട്ടിക്കളയുമ്പോൾ 20/9. 20നെ 9 കൊണ്ട് ഭാഗിച്ചു നോക്ക്. ഓപ്ഷൻ ഡി 2/9 സെറ്റാണ്. അടുത്ത ചോദ്യം, ഇഫ് x% of 10.8 is equal to 32.4, then value of x is dash. 2021 തന്നെ മറ്റൊരു ചോദ്യം. അതായത് 10.8ന്റെ x% എന്ന് പറയുന്നത് 32.4 എങ്കിൽ എക്സിന്റെ വില എത്ര? സിമ്പിളായ ചോദ്യം. നമ്മളോട് എന്താ പറയുന്നത്? 10.8ന്റെ x% എന്ന് പറഞ്ഞാൽ x/100. ഇതാണ് 10.8ന്റെ x%. ഈ x% നമ്മളോട് പറയുന്നുണ്ട് 32.4. ഓക്കെ ആണ്. അങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കാണണം. എക്സിന്റെ വാല്യൂ കാണാൻ ഇവിടെ ഉള്ള ആളുകളെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പോരെ? അപ്പുറത്ത് ഓൾറെഡി 32.4 ഉണ്ട്. ഇനി ഒരു സമചിഹ്നത്തിനപ്പുറത്തേക്ക് ഒരു പ്ലസ് സംഖ്യ പോയാൽ മൈനസ് ആവും, മൈനസ് സംഖ്യ പോയാൽ പ്ലസ് ആവും, ഇൻറ്റു പോയാൽ ഡിവിഷൻ ആവും. ഇനി ഒരു ഫ്രാക്ഷൻ പോയാൽ തിരിഞ്ഞു വരും. 10.8 അപ്പുറത്തേക്ക് പോകുമ്പോൾ അടിയിൽ 10.8 ആവും, 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ മേളിലാവും. ഓക്കെ ആണ്. കാര്യം ഇതൊരു ഫ്രാക്ഷനാണ്. 10.8 / 100. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ താഴെയുള്ളത് മേളിലും മേളിലുള്ളത് താഴെയും. 100/10.8 എന്ന് വന്നു. ഒന്നുകൂടെ, 10.8ന്റെ x% എന്ന് പറയുന്ന, x% എന്ന് പറഞ്ഞാൽ x/100. നമ്മളോട് പറയുന്നു 32.4. നമുക്ക് എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. എക്സിന്റെ വാല്യൂ കാണാൻ ഈ സൈഡിൽ 32.4 ഉണ്ട്. 10.8/100 അപ്പുറത്തേക്ക് പോകുമ്പോൾ താഴെയുള്ള 100 മുകളിൽ വരും, മേളിലുള്ള 10.8 താഴെയും വരും. ഇനി ഇതങ്ങ് വെട്ടിയാൽ മതി. ഇനി പോയിന്റ് കാണുമ്പോൾ ചില ആളുകൾക്ക് ചെറിയ ഡൗട്ടൊക്കെ തോന്നും. പക്ഷെ ഇവിടെ പോയിന്റായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. അങ്ങനെ പറയാൻ കാര്യം, നിങ്ങൾ നല്ലവണ്ണം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം. മക്കളെ, താഴെയും മേളിലും പോയിന്റ് കഴിഞ്ഞുള്ള സ്ഥാനങ്ങളുടെ എണ്ണം സെയിം ആണെങ്കിൽ, അതായത് മേളിൽ 4 സ്ഥാനം, താഴെ 4 സ്ഥാനം, മേളിൽ 2 സ്ഥാനം, താഴെ 2 സ്ഥാനം, മേളിൽ 5 സ്ഥാനം, താഴെയും 5 സ്ഥാനം, എല്ലായിടത്തും അല്ല, സെയിം ആണെങ്കിൽ ഇത് നോർമലായി അങ്ങ് ചെയ്താൽ മതി. ഇതിനെ 324 എന്നും ഇതിനെ 108 എന്നും എടുത്തങ്ങ് ചെയ്താൽ മതി. പോയിന്റ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തോ. സെയിം ആയിരിക്കണം. മേളിൽ ഒരു സ്ഥാനം, താഴെയും ഒരു സ്ഥാനം. അപ്പം താഴെയും മേളിലും സെയിം ആണ്. സെയിം ആണെങ്കിൽ നോർമലായി പോയിന്റ് ഇല്ല എന്ന രീതിയിൽ തന്നെ നീ ചെയ്തു. ഇതിനെ 324 എന്നും ഇതിനെ 108 എന്നും വിളിച്ചങ്ങ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 108 3 പ്രാവശ്യം ആവുമ്പോഴാണ് 324 ആവുന്നത്. ആലോചിച്ച് നോക്ക്. 100 × 3 300, പിന്നെ 8 × 3 24 ആണ്. അല്ലെ തന്നെ 10.8 3 പ്രാവശ്യം വരുമ്പോൾ 32.4 ആവും. വാട്ടവർ. 3 × 100 നമ്മുടെ ഉത്തരം പക്ക ക്ലിയർ ആണ്. 300 ഓപ്ഷൻ ഡി. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. മേളിൽ 32.4 പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം, താഴെ 10.8 പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം. ഇടയെ താഴെയും മേളിലും പോയിന്റ് കഴിഞ്ഞുള്ള സ്ഥാനങ്ങളുടെ എണ്ണം സെയിം ആണെങ്കിൽ നിങ്ങളിത് നോർമലായി ഇതിനെ 324 എന്നും ഇതിനെ 108 എന്നും വിളിച്ചങ്ങ് ചെയ്താൽ മതി. ഞാൻ സ്റ്റെപ്പ് വലുതാക്കി എഴുതാൻ. 108 3 പ്രാവശ്യം ആകുമ്പോൾ 324 ആവും.
ആണ് 3 ഗുണം 100. ഓപ്ഷൻ ഡി 300 ഉത്തരം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഇൻ ആൻ എക്സാമിനേഷൻ 73% ഓഫ് ദി കാൻഡിഡേറ്റ്സ് പാസ്ഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതായത് ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയിൽ 73% ആളുകൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായി. 70% പാസ്ഡ് ഇൻ ജനറൽ അവയർനെസ്. 70% ആളുകൾ GAക്ക് പാസ്സായി. 64% പാസ്ഡ് ഇൻ ബോത്ത്. 64% ആളുകൾ രണ്ടിനും ജയിച്ചു. ഇഫ് 6300 ഫെയിൽഡ് ഇൻ ബോത്ത് ദ സബ്ജക്ട്, ദ ടോട്ടൽ നമ്പർ ഓഫ് എക്സാമിനീസ് വാസ് ഡാഷ്. അതായത് 6300 പേര് രണ്ടിനും തോറ്റുവെങ്കിൽ മുഴുവൻ എത്ര ആളുകൾ എക്സാം എഴുതി എന്നതാണ് ചോദ്യം. മക്കളെ, വെൻ ഡയഗ്രം വെച്ച് വരുന്ന കുറച്ചുകൂടെ വലിയൊരു ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ ഒന്നുകൂടെ പറയുന്നു. ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ 73% ആളുകൾ QAക്ക് ജയിച്ചു, 70% ആളുകൾ GAക്ക് ജയിച്ചു, 64% ആളുകൾ രണ്ടിനും ജയിച്ചു. ഇനി എണ്ണത്തിലാ പറയുന്നത്, ഇതുവരെ പെർസെൻറ്റേജിലായിരുന്നു. 6300 ആളുകൾ രണ്ടിനും തോറ്റു എങ്കിൽ മുഴുവൻ എത്ര പേർ പരീക്ഷ എഴുതി? നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, രണ്ടിനും തോറ്റവർ എത്ര ശതമാനമാണ് എന്നങ്ങ് കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ വെൻ ഡയഗ്രം എന്ന് പറയുന്ന സെറ്റപ്പ് ഇങ്ങനെയാ ചെയ്യുക. വെൻ ഡയഗ്രത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ തീർച്ചയായും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അറിയാമെങ്കിൽ വിട്ടേക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പരീക്ഷ എഴുതിയ മുഴുവൻ ആളുകളുടെ എണ്ണം 100% എന്നിരിക്കട്ടെ. ഇതാണ് 100%. പരീക്ഷ എഴുതിയ 100% ആളുകൾ. ഓക്കെ, അതിൽ 73% ആളുകൾ ആപ്റ്റിറ്റ്യൂഡ് QAക്ക് പാസ്സായി. നമ്മളൊരു വട്ടം ഇട്ടു. അതിൽ 73% ആളുകൾ QAക്ക് ജയിച്ചു. ഇനി 70% ആളുകൾ ജനറൽ അവയർനെസ് GAക്ക് ജയിച്ചു. ഞാനിത് ചേർത്ത് വരയ്ക്കുന്നതിൻ്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ആപ്റ്റിറ്റ്യൂഡിന് ജയിച്ച കുറച്ച് പേർ എന്തായാലും അവയർനെസ്സിന് ജയിച്ചിട്ടുണ്ടാവുമല്ലോ. അവയർനെസ്സിന് ജയിച്ചവർ എന്തായാലും കുറച്ച് പേർ ആപ്റ്റിറ്റ്യൂഡിനും ജയിച്ചിട്ടുണ്ടാവുമല്ലോ. അവരെ കാണിക്കാനായിട്ടാണ് ഞാനിത് ചേർത്ത് വരച്ചത്. ഇനി 64% പാസ്ഡ് ഇൻ ബോത്ത്. 64% ആളുകൾ രണ്ടിനും ജയിച്ചു. 64 രണ്ടിനും, രണ്ടിൻ്റെ അകത്തുമുണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇത്രയൊക്കെ ആയില്ലേ, ഇനി രണ്ടിനും തോറ്റവർ എത്ര ശതമാനമാണ് എന്നങ്ങ് കണ്ടുപിടിക്കും. ഈ രണ്ടിനും തോറ്റവരെന്ന് പറയുമ്പോൾ ഈ പരീക്ഷ എഴുതിയ ആളുകൾ തന്നെയാണ്. അവർ ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നവർ തന്നെയാണ്. പക്ഷെ അവർ ഈ വട്ടത്തിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. കാര്യം അവർ ജയിച്ചില്ല, രണ്ടിനും തോറ്റു. അവർ തോറ്റവരായതുകൊണ്ട് വട്ടത്തിന് വെളിയിൽ X% എന്ന് നമ്മളങ്ങ് കണ്ടുപിടിക്കും. ഇനി നമ്മൾ ഈ രണ്ടിനും തോറ്റവരെ കണ്ടെത്താൻ പോവുക. രണ്ടിനും തോറ്റവരെന്ന് പറഞ്ഞാൽ X%. അതെങ്ങനെ കാണാം? ഇനി ഞാൻ എഴുതാൻ പോകുന്ന സ്റ്റെപ്പാണ് കറക്റ്റ് ഇതിൻ്റെ കൺസെപ്റ്റ്. അത് നന്നായി മനസ്സിലാക്കുക മക്കളെ. ആപ്റ്റിറ്റ്യൂഡിന് ജയിച്ച 73% കണ്ടോണം. ജനറൽ അവയർനെസ്സിന് ജയിച്ച 70%. ഇനി രണ്ടിനും തോറ്റ X% കൂടെ കൂട്ടിയിട്ട് ഈ കോമണായി വരുന്ന 64% കുറയ്ക്കുമ്പോൾ നമുക്ക് ആകെ എത്ര പേരുണ്ടോ അത് കിട്ടും. ആകെ എത്ര പേരാ? 100%. ഇതാണ് ഇതിൻ്റെ അകത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് മനസ്സിലാക്കി എളുപ്പം. ഒന്നുകൂടെ, ആപ്റ്റിറ്റ്യൂഡിന് ജയിച്ച 73%, അവയർനെസ്സിന് ജയിച്ച 70%, രണ്ടിനും തോറ്റ നമുക്കറിയാത്ത X% കൂടെ കൂട്ടിയിട്ട് ഈ കോമണായി വരുന്ന 64% കുറയ്ക്കുമ്പോൾ നമുക്ക് ആകെ എത്ര പേരുണ്ടോ അത് കിട്ടും. ആകെ എത്ര? 100%. അപ്പൊ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യം പറയണ്ടേ, അതെന്തിനാ കുറച്ച്? 73, 70 രണ്ടിനും തോറ്റന്മാരെ കൂടെ കൂട്ടുമ്പോൾ തന്നെ 100 വരത്തില്ലേ? പിന്നെന്തിനാ കുറച്ച്?
മക്കളെ ഈ കോമൺ എന്ന് പറയുന്ന സാധനം എപ്പോഴും രണ്ടിടത്തും വരുന്നവൻ എപ്പോഴും കുറയ്ക്കാനുള്ളവനാണ് എന്ന് ഓർക്കണം. അങ്ങനെ പറയാൻ കാര്യം, ഈ ആപ്റ്റിറ്റ്യൂഡ് ജയിച്ച 73-ലും കുറച്ച് പേര് GA കാത്തിരിപ്പുണ്ട്. ഈ GAയിൽ ജയിച്ച കുറേ പേര് ആപ്റ്റിറ്റ്യൂഡിലും ഉണ്ട്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡിലുള്ള 73 പേരെ എടുത്തപ്പോഴും GAയിലെ കുറച്ച് പേരെ നമ്മൾ എടുത്തിട്ടുണ്ട്. GAയിലുള്ള 70 പേരെ എടുത്തപ്പോഴും ആപ്റ്റിറ്റ്യൂഡിൽ ജയിച്ച കുറച്ച് പേരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോമണായി വന്നവരെ നമ്മൾ 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. ഈ കോമണായി രണ്ടിടത്തും ജയിച്ചവർ ഇവിടെയും വരും, അവിടെയും വരും, അവിടെയും വരും, ഇവിടെയും വരും. അവർ കുമ്പിടികൾ അവിടെയും വരും, ഇവിടെയും വരും, അവിടെയും വരും, ഇവിടെയും വരും. ഇപ്പം 2 പ്രാവശ്യം നമുക്ക് എടുക്കണ്ട. 2 പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ രണ്ടിടത്ത്. അതുകൊണ്ടാണ് ഈ കോമൺ നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ലാസ്റ്റിൽ അങ്ങ് കുറയ്ക്കുന്നത്. അപ്പം ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. ആപ്റ്റിറ്റ്യൂഡിന് ജയിച്ച 73% പ്ലസ്, GAക്ക് ജയിച്ച 70% പ്ലസ്, രണ്ടിനും വെളി നിൽക്കുന്ന രണ്ടിനും തോറ്റ X% കൂടെ കൂട്ടിയിട്ട് ഈ കോമണായി വരുന്ന 64% കുറയ്ക്കുമ്പോൾ, കുറയ്ക്കണം എപ്പോഴും 100% കിട്ടും. 73ഉം 70ഉം നമുക്കെല്ലാവർക്കും അറിയാം. 73ഉം 70ഉം 143 143-ൽ നിന്ന് 64 കുറയ്ക്കണം. 143-ൽ നിന്ന് 64 കുറയ്ക്കുമ്പോൾ, 143-ൽ നിന്ന് 60 കുറയ്ക്കുമ്പം തന്നെ 84 കിട്ടും. 64 83 കിട്ടും. 64 കുറയ്ക്കുമ്പോൾ 179 കിട്ടും. 179 79% പ്ലസ് X ആണ് 100%. അങ്ങനെയാണ് X എത്രയാന്ന് കാണാൻ 100%-ൽ നിന്ന് 79% കുറച്ച് 21% എന്ന് മനസ്സിലാവും. എന്താണ് X? X എന്ന് പറഞ്ഞാൽ രണ്ടിനും തോറ്റവരാ. രണ്ടിനും തോറ്റവർ 21% എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. മക്കളെ, രണ്ടിനും തോറ്റവർ ക്വസ്റ്റ്യൻ്റെ അകത്തിൽ കിടപ്പുണ്ട് 6300. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. രണ്ടിനും തോറ്റവർ എന്ന് പറഞ്ഞാൽ 21%. 21% 6300. അങ്ങനെയാണ് മുഴുവൻ പരീക്ഷ എഴുതിയവരെന്ന് പറഞ്ഞാൽ 100%. 21% 6300 ആണ്. 100% എത്രാടാ ഊവേ എന്ന് ഒന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് ഉത്തരമാവും. 100 ഗുണം 6300 രണ്ട് സൈഡിലും ഉണ്ട്. ഇനി ഒരു സൈഡിലുള്ള 21 ഹരിക്കുക. മക്കളെ, 21 3 പ്രാവശ്യമാകുമ്പോഴാണ് 63 ആവുന്നത്. വേണേ 7 വെച്ച് ഹരിച്ചു നോക്കാം. 7 വെച്ച് 3 വെച്ചൊക്കെ ചെയ്യാം. 21 42 63. അപ്പൊ ഇവിടെ 300 എന്ന് വരും. 300 ഗുണം 100, നമ്മുടെ ഉത്തരം 30,000 എന്ന് പറയാം. ഇനി അതല്ല, 1% ചെയ്യുന്നവരുണ്ട്. നമുക്ക് മനസ്സിലായി രണ്ടിനും തോറ്റവർ 21%. രണ്ടിനും തോറ്റവർ 6300 എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കണക്ട് ചെയ്യാം 21% 6300. 21% 6300 ആണ്. 1% എന്ന് പറഞ്ഞാൽ 6300/21. ഇതാണ് 1%. ഫുള്ള് പരീക്ഷ എഴുതിയവരെന്ന് പറഞ്ഞാൽ 100%. ഈ 1%-ത്തെ ഇൻറ്റു 100 ചെയ്താൽ 100% എന്ന സാധനം കിട്ടും. ഇനിയും വളരെ പെട്ടെന്ന് ഇങ്ങനെ എഴുതിയവർക്ക് ഒറ്റയടിക്ക് വേണേലും കിട്ടും. 21 ഗുണം 3 ആണ് 63. അപ്പോൾ 6300 ആവാൻ ഇൻറ്റു 300. ഇതേ 300 തന്നെ താഴെ ഗുണിച്ചാൽ അപ്പം കാണാം അത്ഭുതം. 100 ഗുണം 300 30,000. കണ്ടോ? അപ്പം ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഒത്തിരി ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഒന്നുകൂടെ മൊത്തം മക്കളെ പെട്ടെന്ന് 100%. അതിൽ 73% ആപ്റ്റിറ്റ്യൂഡിന് ജയിച്ചു, 70% GAക്ക് ജയിച്ചു, 64% രണ്ടിനും ജയിച്ചു. രണ്ടിനും ചേർത്ത് വരച്ചു. ഇനി കുറച്ച് പേര് രണ്ടിനും തോറ്റിട്ടുണ്ട്. അവരെത്ര പേരാ നമുക്കറിയാം. 6300 ക്വസ്റ്റ്യനിലുണ്ട്. പക്ഷെ അവർ എത്ര ശതമാനമാണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ട് X% എന്ന് കൊടുത്തു. അപ്പൊ രണ്ടിനും തോറ്റവർ എത്ര ശതമാനമാണെന്ന് നമ്മൾ കണ്ടെത്തും. എങ്ങനെ കണ്ടെത്തും? നമുക്കറിയാം മുഴുവൻ 100. ആപ്റ്റിറ്റ്യൂഡിന് ജയിച്ച 73%, GAക്ക് ജയിച്ച 70%. ഇനി രണ്ടിനും തോറ്റ X% കൂട്ടിയിട്ട്
ഈ കോമണായി വരുന്ന 64% കുറയ്ക്കുമ്പോൾ മക്കളെ 100 കിട്ടണം. 73 70 143, 143 നിന്ന് 64 കുറയ്ക്കണം. 60 കുറച്ചാൽ തന്നെ 83 ആവും. പിന്നെ ഒരു 4 കുറച്ച് 79% പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 100%. ഇവിടെ വെച്ച് തന്നെ ചിന്തിക്കുന്നവർക്കറിയാം 79%ന്റെ കൂടെ എന്തരോ കൂട്ടുമ്പോൾ 100% 89, 99, 21% മനസ്സിലാവും. ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സ് കാണാൻ 100% മൈനസ് 79% എന്നും എഴുതേണ്ട കാര്യമില്ല, 21%. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടിനും തോറ്റവർ 21%. രണ്ടിനും തോറ്റവർ നമുക്കറിയാം 6300. അപ്പോൾ 21% മക്കളെ 6300. നമുക്ക് വേണ്ടിയത് മുഴുവൻ പരീക്ഷയ്ക്ക് എഴുതിയവർ 100%. അത് ക്രോസ് ചെയ്യാം, 1% ചെയ്യാം, നിങ്ങളുടെ സൗകര്യം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 30,000. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. വിച്ച് നമ്പർ ഈസ് 40% ലെസ് ദാൻ 80? ഏത് സംഖ്യയാണ് 80-നേക്കാളും 40% കുറവ്? വളരെ സിമ്പിളായ ചോദ്യം. പല രീതി ചെയ്യാം. ചില ആളുകൾ എന്ത് ചെയ്യും, 80-ന്റെ 40% കണ്ടുപിടിച്ച് എന്നിട്ട് ആ 40% 80-ൽ നിന്ന് കുറയ്ക്കും. 80-ന്റെ 40% എന്ന് പറഞ്ഞാൽ 10%, 80-ന്റെ 8. അപ്പൊ 40% എന്ന് പറഞ്ഞാൽ 32. 80-ൽ നിന്ന് 32 പോയിട്ട് 48 എന്ന് മൈൻഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി 80-ൽ നിന്ന് 40% കുറവ് എന്ന് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്കറിയാം, എടാ 80-ൽ നിന്ന് 40% കുറഞ്ഞു, അപ്പൊ 80-ന്റെ 60% ഉള്ളൂ. ആലോചിച്ചു. ഇപ്പൊ 80-ന്റെ 10% കുറവായ സംഖ്യ എന്ന് പറഞ്ഞാൽ 80-ന്റെ 90%. 80-ന്റെ 30% കുറവായ സംഖ്യ എന്ന് പറഞ്ഞാൽ 80-ന്റെ 70%. ഇനി വേറൊരു രീതി പറയട്ടെ, 80-ന്റെ 40% കൂടിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 80-ന്റെ 140%. 80 × 140/100. 80-ന്റെ 5% കൂടിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 80-ന്റെ 105%. 80 × 105/100. അതേപോലെ 80-ൽ നിന്നും 40% കുറവായ സംഖ്യ, 80-ൽ നിന്നും 40% കുറവ് എന്ന് പറയുമ്പോൾ മക്കളെ 80-ന്റെ 60% സംഖ്യ എന്ന രീതിയിൽ ചിന്തിക്കാം. ഈ 0 0 0 0 പോയി 8 6. നമ്മുടെ ഉത്തരം 48. പക്ക ഓപ്ഷൻ ബി. ഓക്കെ ആണോ? വേണേ അല്ലാതൊക്കെ ചെയ്യാം. 100% 80, 40% കുറവ് 60% എത്ര എന്നൊക്കെ കണ്ടുപിടിക്കാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിൾ ആണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇൻ എ ടൗൺ ദ പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ഫ്രം 1,85,500 to 2,22,600 in a decade. ഈ വാക്ക് ശ്രദ്ധിച്ചോണം, in a decade. The average percentage increase of population per year is dash. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ടൗണിന്റെ പോപ്പുലേഷൻ 1,85,500 ആയിരുന്നു. അത് 10 വർഷം കൊണ്ട് 2,22,600 ആയി. ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 10 വർഷമാണ്. അപ്പോൾ ഒരു ടൗണ് അവരുടെ ജനസംഖ്യ 1,85,500 ആയിരുന്നു. അത് 10 വർഷം കൊണ്ട് 2,22,600 ആയി മാറി. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചേ? ദ ആവറേജ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ പെർ ഇയർ ഈസ്. ഇവിടെ രണ്ടാമത് പറയുന്ന പെർ ഇയർ എന്ന, അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്ര ശതമാനം ഇൻക്രീസ് ആണ് ഉണ്ടായത്? ഒരു വർഷം എത്ര ശതമാനം ഇൻക്രീസ് ആണ് ഉണ്ടായത്? ആവറേജ് എത്ര ശതമാനമാണ് ഉണ്ടത് ഒരു വർഷം? ചോദ്യം ഒന്നുകൂടെ. 10 കൊല്ലം കൊണ്ട് 1,85,500 എന്ന് പറയുന്ന പോപ്പുലേഷൻ ജനസംഖ്യ 2,22,600 ആയി. അങ്ങനെയാണ് ഒരു വർഷം ഓൺ ആൻ ആവറേജ് എത്രമാത്രം ഇൻക്രീസ് പെർസെൻറ്റേജിൽ വന്നു? അപ്പം നമ്മൾ ആദ്യം 10 വർഷം കൊണ്ട് എത്ര കൂടി എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എത്ര കൂടി? 2,22,600-ൽ നിന്ന് 1,85,500 കുറയ്ക്കണം. 0 0 പോയി, 6-ൽ നിന്ന് 5 പോയാൽ 1, ഇപ്പുറത്തു നിന്ന് 1 കടം കൊടുത്തപ്പോൾ ഇത് 1 ആയി. 12-ൽ നിന്ന് 5 പോയാൽ 7,
ഇവിടെ നിന്ന് 1 കൊടുത്ത് 11-ൽ നിന്ന് 8 പോയാൽ 3, ഇനി 0. അപ്പം നമുക്ക് മനസ്സിലായി 10 കൊല്ലം കൊണ്ട് ഇവിടെ 37,100 ജനസംഖ്യയിൽ കൂടിയത്. 10 കൊല്ലം കൊണ്ട് 37,100 ആണെങ്കിൽ 1 കൊല്ലം കൊണ്ട് കൂടിയതെന്ന് പറഞ്ഞാൽ 37,100-നെ 10 കൊണ്ട് ഹരിച്ച് 3,710 മക്കളെ ഇവിടെ 1 കൊല്ലം കൊണ്ട് കൂടിയത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ വരെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓക്കെയാണ്. 10 കൊല്ലം കൊണ്ട് 1,85,500 2,22,600 അപ്പൊ 10 കൊല്ലം കൊണ്ട് എത്രമാത്രം ജനസംഖ്യ കൂടി എന്ന് ചോദിച്ചാൽ 1,22,600-ൽ നിന്ന് 1,85,500 മൈനസ് ചെയ്ത് നമുക്ക് മനസ്സിലായി 10 കൊല്ലം കൊണ്ട് 37,100 കൂടിയത്. ഇന്നിടക്കേടെന്ന് 10 കൊല്ലം കൊണ്ട് 37,100 കൂടിയതെങ്കിൽ 1 കൊല്ലം കൊണ്ട് ആവറേജ് എത്ര കൂടിയെന്ന് ചോദിച്ചാൽ 37,100-നെ 10 കൊണ്ട് ഹരിച്ച് 1 കൊല്ലം കൊണ്ട് കൂടിയത് 3,710 എന്ന് മനസ്സിലാവും. 1 കൊല്ലം കൊണ്ട്. ഞാൻ എന്തുകൊണ്ടാ 1 കൊല്ലം കൊണ്ടുള്ളതെന്ന് കണ്ടുപിടിച്ചതിന്റെ കാര്യം 1 കൊല്ലത്തേതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, പെർ ഇയർ എന്ന്. ഓക്കെ ആണ്. ഇനി ഇവിടുത്തെ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് മക്കളെ, 1,85,500 ആയിരുന്നു. അത് അടുത്ത വർഷമായപ്പോൾ 3,710 കൂടി. ഒന്നുകൂടെ പറയുന്നു, 1,85,500 എന്ന് പറയുന്ന പോപ്പുലേഷൻ അടുത്ത വർഷമായപ്പോൾ 3,710 കൂടി. ഓക്കെ, ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാനായിട്ട് കൂടിയ 3,710 ബൈ എവിടെ നിന്നാ കൂടിയത്? 1,85,500-ൽ നിന്നല്ലേ കൂടിയത്? ഇൻറ്റു 100. ഓക്കെ ആണ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു, പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ എത്രയാണോ ഇൻക്രീസ് ബൈ ആദ്യത്തെ വാല്യൂ ഇൻറ്റു 100. ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ കൂടുന്നത് അത് അടിയിൽ കൊടുക്കുക, ഇൻറ്റു 100. ഇനി പെർസെൻറ്റേജ് ഡിക്രീസ് കാണാൻ പറഞ്ഞാൽ എത്ര ഡിക്രീസ് ആയി അതേ ബൈ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ കുറയുന്നത് അതേ ഇൻറ്റു 100. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ പറഞ്ഞാൽ കൂടിയത് ബൈ എവിടെ നിന്നാണോ കൂടിയത് ഇൻറ്റു 100. പെർസെൻറ്റേജ് ഡിക്രീസ് കാണാൻ പറഞ്ഞാൽ കുറഞ്ഞത് ബൈ എവിടെ നിന്നാണോ കുറഞ്ഞത് ഇൻറ്റു 100. ഇവിടെ 1,85,500-ൽ നിന്ന് 3,710 കൂടി. അപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ കൂടിയ 3,710 ബൈ 1,85,500 ഇൻറ്റു 100. പലർക്കും പരീക്ഷാ ഹാളിൽ ഒരു ഡൗട്ട് തോന്നും, അത് കൂടിയ 11,800-നെ 3,710 കൂടെ കൂട്ടി അത് വേണോ അടിയിൽ എഴുതി വെക്കാൻ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് വരും. ഞാൻ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയാണ്, പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ എത്ര കൂടി ബൈ എവിടെ നിന്നാണോ കൂടിയത് ഇൻറ്റു 100. പെർസെൻറ്റേജ് ഡിക്രീസ് കാണാൻ എത്ര കുറഞ്ഞു ബൈ എവിടെ നിന്നാണോ കുറഞ്ഞത് ഇൻറ്റു 100. ഇവിടെ 1,85,500-ൽ നിന്ന് 3,710 ഒരു വർഷം കൂടി. അപ്പോൾ ഒരു വർഷത്തെ ഇൻക്രീസ് കാണാൻ കൂടിയ 3,710 ബൈ കൂടിയത് ഇവിടെ നിന്ന് അത് അടിയിൽ കൊടുത്തു ഇൻറ്റു 100. ഇനി നമുക്കെല്ലാവർക്കും അറിയാം ഈ 100-ഉം ഈ 100-ഉം കൂടെ ക്യാൻസലായി. കാര്യം 2 0 താഴെ നിന്ന് മേളിൽ. ഇനി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഗസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, 1,855-ന്റെ ഇരട്ടിയാണ് 3,710 എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് വെട്ടി 2% എന്ന് എഴുതാം, ഓപ്ഷൻ ബി. അപ്പോൾ എന്നെ കാണുന്ന ഒരു സ്വാഭാവികമായിട്ട് ആലോചിക്കുക, അതെങ്ങനെ നീ പെട്ടെന്ന് എടുത്തേ? 1,800-ന്റെ ഇരട്ടി 3000. കാര്യം ഇത് എന്തായാലും ഒരു പെർഫെക്റ്റ് വാല്യൂ ആണ്. അപ്പം എന്തായാലും ഇതിനകത്ത് പോയിന്റ് ഇല്ല. 1,800-ന്റെ ഇരട്ടി 3,600, പിന്നെ 55-ന്റെ ഇരട്ടി 110. ഇപ്പോൾ 3,600 110 കൂടെ ചേർത്ത് 3,710. ഇപ്പോൾ പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ ഒരു വർഷത്തെ പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ ഒരു വർഷം കൂടിയ 3,710 ബൈ എവിടെ നിന്നാണോ കൂടിയത് 1,85,500 ഇൻറ്റു 100. ഇതും ഇതൂടെ പോയി. 1,855-ന്റെ ഇരട്ടിയാണ് 3,710. അങ്ങനെ കണക്ട് ചെയ്ത് 2% എന്ന് പറയാം, ഓപ്ഷൻ ഡി. അടുത്ത്, ദ പ്രൈസ് ഓഫ് ഓണിയൻസ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 50%. മലയാളത്തിൽ പറഞ്ഞാൽ
ഉള്ളിയുടെ വില 50% കൂടി. In order to keep the expenditure on onions the same, the percentage of reduction in consumption has to be dash. ഉള്ളിയുടെ വില 50% കൂടി. അങ്ങനെയാണെങ്കിൽ ഈ ഉള്ളിയുടെ ഉപയോഗം എത്ര കുറച്ചാൽ ചിലവ്, അതായത് എക്സ്പെൻഡിച്ചർ, ചിലവ് പഴയത് തന്നെ നിലനിർത്താനായിട്ട് പറ്റും എന്നാണ് ചോദ്യം. ഇവിടെ പറയുന്നു ഒരു സാധാരണക്കാരൻ ഉള്ളിയുടെ വില 50% കൂടി നോർമലി. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഇത്ര രൂപയ്ക്ക് ഉള്ളി വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു വിലക്കയറ്റം അയാളെ ബാധിക്കാതിരിക്കാനായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഉള്ളിയുടെ ഉപയോഗം അങ്ങ് കുറയ്ക്കണം. ഉള്ളിയുടെ ഉപയോഗം എത്രത്തോളം കുറച്ച് പണ്ടത്തെ ചെലവ് തന്നെ നിലനിർത്താൻ പറ്റും എന്നതാണ് ചോദ്യം. മക്കളെ, മുമ്പേ നമ്മൾ ചെയ്ത ആ സെയിം ചോദ്യത്തിൻ്റെ വേറൊരു വേർഷൻ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യത്തിൽ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഉള്ളിയുടെ വില 100 രൂപയാണ് എന്നങ്ങ് വെക്കുക. ഉള്ളിയുടെ വില 100 രൂപയാണ്, പെർസെൻറ്റേജ് അല്ല, 100 രൂപയാണ്. നിങ്ങൾക്ക് വേണം ഈ 100-ന് പകരം 200-എന്നോ 300-എന്നോ 400-എന്നോ 500-എന്നോ ഒക്കെ എടുക്കാം. പക്ഷേ ഈ 100-ൽ എഴുതിയ പെർസെൻറ്റേജ് കൂട്ടിയും കുറച്ചും ഒക്കെ വെക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഉള്ളിയുടെ വില 100, ഉള്ളിയുടെ വില 50% കൂടി എന്ന് പറയുമ്പോൾ 150. ഉള്ളിയുടെ പണ്ടത്തെ വില 100 ഇപ്പോഴത്തെ വില 150. കാര്യം 50% കൂടി. നിങ്ങൾ ഇതേ സ്ഥാനത്ത് 300 എടുത്തതെങ്കിൽ 300-ന്റെ 50%, 150, ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഓരോന്നിൻ്റെ ശതമാനം പിന്നീട് കണ്ടുപിടിക്കാൻ പാടാം. അതുകൊണ്ടാണ് എല്ലാം നമ്മൾ 100-ലിട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലോജിക്ക്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഉള്ളിയുടെ വില 100 രൂപയാണ്. ഉള്ളിയുടെ വില 50% കൂടി എന്ന് പറയുമ്പോൾ 150 രൂപയായി. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചേ? ഉള്ളിയുടെ ഉപയോഗം എത്ര കുറച്ചാൽ ഈ ചെലവ് 100-ലേക്ക് തന്നെ എത്താനായിട്ട് പറ്റും? ഇപ്പോൾ ഉള്ളിയുടെ വില 150. ഉള്ളിയുടെ ചെലവ് പഴയതുപോലെ തന്നെ ആവണമെങ്കിൽ 100-ലേക്ക് എത്തണം. എത്ര കുറയ്ക്കണം? 50 രൂപയുടെ ഉള്ളിയുടെ വില, അല്ലെ ഉള്ളിയുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കണം. പഴയത് തന്നെ എത്തണമെങ്കിൽ 100-ലേക്ക് എത്തണം. 50 രൂപയുടെ ഉള്ളിയുടെ ഉപയോഗം കുറയ്ക്കണം. എത്രല്ല? 150 × 100. അതായത് ഉള്ളിയുടെ ഉപയോഗം എത്ര കുറയ്ക്കണമെന്ന് ചോദിച്ചാൽ 50 രൂപയുടെ ഉപയോഗം കുറയ്ക്കണം. 150-ൽ, കാര്യം ഉള്ളിയുടെ വില ഇപ്പോൾ 50. ഇവിടെ നിന്ന് വേണം കുറയ്ക്കാൻ. ഇതിലേക്ക് എത്തണമെങ്കിൽ ഉള്ളിയുടെ ഉപയോഗം 50 രൂപയുടെ ഉള്ളിയുടെ ഉപയോഗം കുറയ്ക്കണം. എത്രല്ല? 150. 150 ആയിരുന്ന വിലയിൽ 50 രൂപയുടെ ഉപയോഗം കുറയ്ക്കണം. ഇവിടെ നിന്നാണോ കുറഞ്ഞത് അത് അടിയിൽ, എവിടെ നിന്നാണോ കൂടുന്നത് അത് അടിയിൽ. അപ്പൊ ഇവിടെ 150 ആയി ഉള്ളിയുടെ വില. അത് 100-ലേക്ക് എത്തണമെങ്കിൽ 50 രൂപയുടെ ഉപയോഗം കുറയ്ക്കണം. എത്രല്ല? 150 × 100. ഇത് പോയി. ഇനി 5ഉം 15ഉം കൂടെ വെട്ടിയ 3 വരും. 100/3. ഓക്കെ, ഈ 100/3 ഈ മത്സര പരീക്ഷയ്ക്ക് പോകുന്നവരങ്ങ് പഠിച്ചു വെച്ചോണം. അത് 33 1/3% ആണ്. നമുക്ക് വേണമെങ്കിൽ അരിച്ചു നോക്കാം. 339 ശിഷ്ടം 1 0, 339 ശിഷ്ടം 1. അപ്പം മെയിൻ ആൻസർ മക്കളെ 33. ശിഷ്ടമായ 1 മുകളിൽ, ഹരിച്ച സാധനമായ 3 താഴെ. നമുക്ക് പറയാൻ കഴിയും 33 1/3%. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. ഉള്ളിയുടെ വില നമ്മൾ 100 രൂപയായിട്ട് എടുത്തു. 50% ഉള്ളിയുടെ വില കൂടിയപ്പോൾ അത് 150 രൂപയായി. ഇനി ഉള്ളിയുടെ ചെലവ് പഴയതുപോലെ തന്നെ നിലനിർത്തണമെങ്കിൽ 150 രൂപയുടെ ഉള്ളിയുടെ ഉപയോഗം 100-ലേക്ക് എത്തിക്കണം. 50 രൂപയുടെ ഉപയോഗം കുറയ്ക്കണം. എവിടെ നിന്ന്? 150-ൽ നിന്ന്. 50/150 × 100. ഇനി സാധാരണ ഇത്തരം ചോദ്യം ചെയ്യാനായിട്ട് ഞാനൊരു ഷോർട്ട് കട്ട് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിയുടെ വില 100, മറ്റേ 150. ഒന്ന് 100, മറ്റേ 150. ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം 100 അല്ലാത്ത സംഖ്യ × 100 ചെയ്താലും ഉത്തരം കിട്ടും. ഇവർ തമ്മിലുള്ള വ്യത്യാസം 50, 100 അല്ലാത്ത സംഖ്യ 150 × 100 ശതമാനമാക്കാൻ. ഒന്നുകൂടെ, ഉള്ളിയുടെ വില 100, അത് 150 ആയി. 150-ൽ നിന്ന് 100-ലേക്ക് എത്തണം. 50 രൂപയുടെ ഉപയോഗം കുറയ്ക്കണം. എവിടെ നിന്നാണ് കുറയ്ക്കേണ്ടത്? 150-ൽ നിന്ന്. അതിനെ ശതമാനമാക്കാൻ × 100. ഇത് 1, ഇത് 3. 100-നെ 3 കൊണ്ട് ഹരിച്ച് 33 1/3%. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. If A is 70% more than B, then B is what percentage less than A? A എന്ന് പറയുന്ന ആള് B യെക്കാളും
70% കൂടുതലാണ് എങ്കിൽ ബി എന്ന് പറയുന്ന ആള് എയേക്കാളും എത്ര ശതമാനം കുറവാണ്? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരുത്തൻ മറ്റേയാളേക്കാൾ 40% കൂടുതലാണ് എത്ര കുറവാന്ന് ചോദിക്കും, കുറവാണ് എത്ര കൂടുതലാന്ന് ചോദിക്കും. ഇത് ഇങ്ങനെയൊക്കെ വേണേൽ എഴുതാം. ഇത് എ, ഇത് ബി. എ ബിയേക്കാളും 70% കൂടുതലാണ്. അപ്പം ബി 100 ആണെങ്കിൽ എ എന്ന് പറയുന്നത് 170. ബിയുടെ വാല്യൂ 100 ആണെങ്കിൽ എ എന്ന് പറയുന്നത് 170. ഇനി നമ്മളോട് എന്താ ചോദിച്ചേ? ദെൻ വാട്ട് പെർസെൻറ്റേജ് ഈസ് ബി ലെസ് ദാൻ എ? ബി എയേക്കാളും എത്ര കുറവാണ്? എയിൽ നിന്ന് നോക്കുമ്പോൾ ബി എത്ര കുറവാണ്? എയിൽ നിന്ന് നോക്കുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ 70 കുറവാണ്. എയേക്കാളും എന്നല്ലേ? അപ്പൊ എയുടെ അടിയിൽ കൊടുക്കുക 170 ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ. ഇതിനേക്കാൾ ഒന്നും പോവാതെ എ ബിയേക്കാൾ എത്ര? 70% കൂടുതൽ. അപ്പോൾ ഒരുത്തൻ്റെ വില 100 ആണ്, മറ്റവൻ്റെ വില 170. ഇനി കൂടുതലാണെങ്കിൽ എത്ര കുറവാന്ന് ചോദിക്കും, കുറവാണ് എത്ര കൂടുതലാന്ന് ചോദിക്കും. ഈ 170 നിന്ന് നോക്കുമ്പോൾ 100 എത്ര കുറവാണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യമേ ഇവിടെ വരൂ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക 70. ഇനി 170 നിന്നാണ് നോക്കേണ്ടതുണ്ട്. 170 അടിയിൽ കൊടുക്കുക ഇൻറ്റു 100. ഒന്നുകൂടെ, ഒരാളുടെ വില 100, മറ്റേയാളുടെ വില 170. കാര്യം 70 കൂടുതലാണ്. ഇനി നമ്മളോട് ആകെ ചോദിക്കുന്ന കൂടുതലാണ് ഇവിടുന്ന് നോക്കുമ്പോൾ എത്ര കുറവാന്ന് ചോദിക്കും. കുറവാണ് ഇവിടുന്ന് നോക്കുമ്പോൾ എത്ര കൂടുതലാ? ഇവിടെ കൂടുതലാ, അപ്പൊ എത്ര കുറവാ? 170 നിന്ന് നോക്കുമ്പോൾ 100, 70 കുറവാ. എവിടെ നിന്നാണ് നോക്കുന്നത്? 170 നിന്ന് ഇൻറ്റു 100. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ് നിങ്ങളോട് ഒന്നുകൂടെ പറയാണ്. എവിടെ നിന്നാണോ കുറയുന്നത് അടിയിൽ, എവിടെ നിന്നാണോ കൂടുന്ന അടിയിൽ, എവിടെ നിന്നാണോ നോക്കുന്ന അടിയിൽ. 170 നിന്ന് നോക്കുമ്പോൾ 100 എത്ര കുറവാ? 70 കുറവാ. എവിടെ നിന്നാണ് നോക്കുന്നത്? 170 അടിയിൽ ഇൻറ്റു 100. ഇനി വേണം ഇക്വേഷനൊക്കെ ഉണ്ട്, ഇൻറ്റു ഒന്നും ആവശ്യമില്ല. പിന്നെ സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയ ശേഷം വ്യത്യാസം ബൈ 100 അല്ലാത്ത സംഖ്യ അടിയിൽ ഇൻറ്റു 100. ഏത് വേണം ചെയ്യാം. ഈ പൂജ്യം പോയി, വേറൊന്നും പോകാനായിട്ടില്ല. 7 ഗുണം 100 700 ആണ്. 700നെ മക്കളെ 17 കൊണ്ട് ഭാഗിക്കണം. 17 4 68 ആണ്. ബാക്കി 2 0 വന്നു. ഒരു 17 17 ആണ്. ബാക്കി 3 വന്നു. അപ്പം മെയിൻ ആൻസർ മക്കളെ 41. ശിഷ്ടമായ 3 മുകളില്, ഹരിച്ച സാധനമായ 17 താഴെ. നമ്മുടെ ഉത്തരം 41 3/17 ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഞാൻ ഈ ലാസ്റ്റ് ചെയ്ത 2 ചോദ്യത്തിനും ഒരു ഷോർട്ട് കട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 100 50 കുറവാണ് 50, 70 കുറവാണ് 30 കുറവാണ് 70, 30 കൂടുതലാണ് 130, 20 കൂടുതലാണ് 120. ഇങ്ങനെ എഴുതിയ ശേഷം വ്യത്യാസം ബൈ 100 അല്ലാത്ത സംഖ്യ ഇൻറ്റു 100 ചെയ്താൽ ഉത്തരം കിട്ടും. ഇവിടെ 100 70 കൂടുതലായിട്ട് 170, വ്യത്യാസം 70 ബൈ 100 അല്ലാത്ത സംഖ്യ 170 ഇൻറ്റു 100 ഉത്തരമായി. ഏത് രീതിയിൽ കൂടെ വേണേലും ചെയ്യാൻ നിങ്ങളുടെ സൗകര്യം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി എന്ന് കരുതുന്നു. പെർസെൻറ്റേജിൻ്റെ കുറച്ചും കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തി ഒരു ക്ലാസ്സും കൂടെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ഈ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോകണ്ട, പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.